السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം രചിച്ചിട്ടുള്ള ഉസൂലു സുന്ന, സുന്നത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന ഗ്രന്ഥമാണ് നാം വായിച്ചു വരുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ പുറപ്പെടുക എന്നുള്ള കാര്യം നിഷിദ്ധമാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു. പിന്നീട് അദ്ദേഹം ഇന്ന് നമ്മൾ വായിക്കുന്ന ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാളെ കണ്ടുമുട്ടുന്ന 4 വിഭാഗം ആളുകളെക്കുറിച്ചാണ്. ആ ഓരോ വിഭാഗത്തിൻ്റെയും അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ഖാലൽ മുഅല്ലിഫ് റഹിമഹുല്ലാ വമൻ ലഖിയ അല്ലാഹ ബിദംബിൻ യജിബു ലഹു ബിന്നാരി വമൻ ലഖിയ അല്ലാഹ ബിദംബിൻ യജിബു ലഹു ബിഹിന്നാർ തായിബൻ ഗൈറ മുസിറൻ അലൈഹി ഫഇന്ന അല്ലാഹ യതൂബു അലൈഹി ويقبل التوبة عن عبادي ويعفو عن السيئات ومن لقيه وقد أقيم عليه حد ذلك الذنب في الدنيا فهو كفارته كما جاء في الخبر عن رسول الله صلى الله عليه وسلم ومن لقيه مصرا غير تائب من الذنوب التي قد استوجب بها العقوبة فأمره إلى الله إن شاء عذب وإن شاء غفر له ومن لقيه وهو كافر عذبه ولم يغفر له. 4 വിഭാഗം ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന വേളയിൽ അവർക്ക് എന്തായിരിക്കും ഉണ്ടാവുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത് പറഞ്ഞത് വമൻ ലഖിയ അല്ലാഹ ബിദംബിൻ, ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പാപവുമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. എങ്ങനെയുള്ള പാപമാണത്? യജിബു ലഹു ബിഹി അന്നാ, അത് മുഖേന നരകം അവന് നിർബന്ധമാകുന്നതായ പാപമാണ് അവൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഏതവസ്ഥയിലാണ്? തായിബൻ ഗൈറ മുസിറിൻ അലൈഹി, ആ പാപത്തിൽ ഉറച്ചു നിൽക്കാതെ അതിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങിയ അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടിയതെങ്കിൽ ഫൈൻ അല്ലാഹ യതൂബു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തൗബ നൽകുന്നതാണ്, പുറത്തു കൊടുക്കുന്നതാണ്. വയഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത്, ഖുർആനിലൊരു ആയത്തിന്റെ ഭാഗം അദ്ദേഹം അത് ഇവിടെ എടുത്തു കൊടുത്തിരിക്കുകയാണ്. അല്ലാഹു അടിമകളുടെ തൗബ സ്വീകരിക്കുകയും അവർക്ക് പറ്റിപ്പോകുന്ന തെറ്റുകൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുകയും ചെയ്യും എന്നതാണ് പറയുന്നത്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ ഇവരാണ്. ഇവരെക്കുറിച്ച് പറയുന്നത് വൻ പാപങ്ങൾ അവർ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാകും, പാപങ്ങൾ ചെയ്യാത്തവരല്ല. നരകശിക്ഷ വാഗ്ദാനം അല്ലെ നരകശിക്ഷ താക്കീത് ചെയ്ത പാപങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, വൻ പാപം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്തിട്ടുണ്ട്, ആ പാപത്തിൽ ഉറച്ചു നിന്നിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങൾക്കുള്ള തൗബ കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യം എന്താണ് വൻ പാപം, അൽ കബീറത്ത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ 2 രൂപത്തിലാണ്. ഒന്ന് ചെറുപാപമാണ്, ഒന്ന് വൻ പാപമാണ്. വൻ പാപം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതല്ലാത്തതെല്ലാം ചെറുപാപമാണ്. പണ്ഡിതന്മാർ വൻ പാപത്തിനെ കുറിച്ച് പല നിർവചനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും ശരിയായി വന്നിട്ടുള്ള ഒരു നിർവചനം അവർ പറയുന്നു, കുല്ലു ദംബിൻ തറത്തബ അലൈഹി ഹദ്ദുൻ ഫിദ് ദുനിയ ഔ വഈദുൻ ഫിൽ ആഖിറതി ബിന്നാർ ഔ വറദ ലുഇന ഫഅലുഹു ഔ അൽ ഗളബു അലൈഹി എന്ന രൂപത്തിലാണ്. അതായത് ഏതൊരു പാപവും തറത്തബ അലൈഹി ഹദ്ദുൻ ഫിദ് ദുനിയ, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു ശിക്ഷാ നടപടി ഹദ് സ്വീകരിച്ചിട്ടുണ്ട്. ഏതുപോലെ വ്യഭിചാരത്തിന് വിവാഹം കഴിഞ്ഞ ഒരാൾ സംബന്ധിച്ചിടത്തോളം വ്യഭിചരിച്ചാൽ അവനെ എറിഞ്ഞു കൊല്ലുക, അതല്ലാത്തവനാണെങ്കിൽ ചാട്ടവർക്ക് അടിക്കുക, ഇത് ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു ശിക്ഷയാണ്. അങ്ങനെ ദുനിയാവിൽ ഒരു കാര്യത്തിന് ശിക്ഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൻ പാപമാണ്. അതുപോലെ മോഷണം എന്ന് പറയുന്നത് വൻ പാപമാണ്, കാരണം അതിൻ്റെ ശിക്ഷ ഒരാളുടെ കൈപ്പത്തി അറ്റുകളയുക എന്നുള്ളതാണ്. അതുപോലെ കള്ളു കുടിക്കുക എന്നുള്ളത് വൻ പാപമാണ്, കാരണം അതിൻ്റെ ശിക്ഷ ചാട്ടവാർ അടിക്കുക എന്നുള്ളതാണ്. ഈ രൂപത്തിൽ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ശിക്ഷ ദീനുൽ ഇസ്ലാമിൽ ഇസ്ലാമിക കോടതിയിൽ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അത് വൻ പാപത്തെക്കുറിച്ച് മാത്രമാണ്. ചെറുപാപങ്ങൾക്ക് അത്തരത്തിലുള്ള ശിക്ഷാ നടപടികളില്ല, വൻ പാപങ്ങളാണത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവർ പറഞ്ഞത് കുല്ലു ദംബിൻ തറത്തബ അലൈഹി ഹദ്ദുൻ ഫിദ് ദുനിയ. അതല്ലെങ്കിൽ രണ്ടാമത് അവർ പറഞ്ഞത് വഈദുൻ ഫിൽ ആഖിറതി ബിന്നാർ, നരകത്തിൽ ഇന്ന കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലോ
അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയോ നമുക്ക് താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഏതുപോലെ യതീം മക്കളുടെ സമ്പത്ത് അന്യായമായി ഭുജിക്കുക എന്ന് പറയുന്നത് സംരക്ഷിക്കേണ്ടതിന് പകരം, അവരുടേതായ മസ്ലഹത്തിന് ഉപയോഗിക്കേണ്ടതിന് പകരം അത് മോഷ്ടിച്ചെടുക്കുക, അത് ഭുജിക്കുക എന്ന് പറയുന്നത് വൻ പാപത്തിൽപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർക്ക് നാളെ നരകശിക്ഷ താക്കീത് ചെയ്യുന്നുണ്ട്. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ ളുൽമായിക്കൊണ്ട്, അക്രമമായിക്കൊണ്ട്, അന്യായമായിക്കൊണ്ട് യതീം മക്കളുടെ സമ്പത്ത് തിന്നുന്ന ആളുകൾ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ, അല്ലാഹു തആല പറയുന്നത് തീർച്ചയായും അവർ അവരുടെ വയറുകളിൽ നിറക്കുന്നത് തീയാണ്. അവർ വയറുകളിൽ നിറക്കുന്നത് തീയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ അവർക്ക് നരകശിക്ഷയാണ് ഉള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൊലപാതകത്തെക്കുറിച്ച് ശക്തമായ താക്കീത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാത്തതിനെക്കുറിച്ച് ശക്തമായ താക്കീത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാൾ പരലോകത്ത് വെച്ച് ആളുകൾ ഗീബത്ത്, നമീമത്തൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുണ്ടുകൾ കത്തിരിക്കപ്പെടുക പോലെയുള്ള ഒരുപാട് താക്കീതുകൾ ഇത്തരം പാപങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് വൻ പാപമാണ്. അപ്പോൾ അതൊരു അടിസ്ഥാന തത്വമാണ്. ദുനിയാവിൽ ഒരു ശിക്ഷ നിശ്ചയിക്കപ്പെടുകയോ അതല്ലെങ്കിൽ പരലോകത്ത് ഇന്ന ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വൻ പാപം തന്നെയാണ്. അതുപോലെ അതിൻ്റെ തഅരീഫിൽ ചിലർ പറഞ്ഞു അതിൽ ഇതും കൂടി ഉൾപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ശപിക്കുകയുണ്ട്. വറദ ലുഇന ഫാഇലുഹു, ഇന്ന കാര്യം ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. ചിത്രം ഉണ്ടാക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലഅനല്ലാഹുൽ മുസവ്വിരീൻ, ചിത്രം വരക്കുക, ചിത്രമുണ്ടാക്കുക. അതിൽ ആദ്യം ഉൾപ്പെടുന്നത് കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കുന്ന വിഗ്രഹവും മറ്റുമാണ്. പിന്നീട് ഉൾപ്പെടുന്നത് കൈകൊണ്ടുള്ള ചിത്രം വരക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് വൻപാപത്തിൽപ്പെട്ടതാണ് എന്നെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കാരണം അത് ചെയ്തവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ അല്ലാഹു തആല അവനെ കോപിച്ചിരിക്കുന്നു, ഇന്നയാളുടെ മുകളിൽ അള്ളാഹുവിൻ്റെ കോപമുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപമുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൻ പാപമാണ് എന്നാണ്. അതുപോലെ ചില പണ്ഡിതന്മാർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തെക്കുറിച്ച് അത് ചെയ്യുന്നവൻ ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് വൻ പാപം തന്നെയാണ്. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗശ്ശ ഫലൈസ മിന്ന, ആരാണോ വഞ്ചിക്കുന്നത് അത് നമ്മളിൽപ്പെട്ടവനല്ല. അപ്പോൾ വഞ്ചന എന്ന് പറയുന്നത് വൻ പാപമാണ്. ആളുകളെ വഞ്ചിക്കുക, അതേതു കാര്യത്തിലാകട്ടെ, സാമ്പത്തിക കാര്യങ്ങളിലാകട്ടെ, മറ്റേതെങ്കിലുമൊക്കെ വിഷയത്തിലാകട്ടെ, കാര്യം അറിഞ്ഞിട്ടും ആളുകളെ വഞ്ചിക്കുക എന്ന് പറയുന്നത് വൻ പാപത്തിൽ പെട്ടതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫലൈസ മിന്ന എന്നാണ്. അതുപോലെ അവിടുന്ന് പറഞ്ഞു ലൈസ മിന്ന മൻ ദറബൽ ഖുദൂദ് വശഖൽ ജുയൂബ്, അതായത് മരണം സംഭവിച്ച വീട്ടിൽ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാതെ പൊറുതികേട് കാണിച്ചുകൊണ്ട് കവിളത്തടിക്കുകയും ദേഹമാറ് അത് വസ്ത്രമൊക്കെ കീറിക്കളയുകയൊക്കെ ചെയ്യുക, ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ എന്തല്ല, നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യുക, ക്ഷമിക്കാതെ പൊറുതികേട് കാണിക്കുക, ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുക എന്നുള്ളത് വൻ പാപമാണ്. അവിടുന്ന് പറഞ്ഞു മൻ ഹമല അലൈന സിലാഹ് ഫലൈസ മിന്ന, നമുക്ക് നേരെ, മുസ്ലിമീങ്ങൾക്ക് നേരെ ആയുധമേന്തുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഹദീസിൽ അവൻ ചെയ്യുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം അത് വൻപാപത്തിൽപ്പെട്ടതാണ് എന്നാണ്. അത് കുഫറാണ് എന്നുള്ളതിന് വേറെ തെളിവ് വേണം. അഥവാ ദീനുൽ ഇസ്ലാമിന് പുറത്തു പോകുന്നതാണ് എന്നുള്ളതിന് വേറെ തെളിവ് വരണം. അടിസ്ഥാനം അത് വൻപാപമാണ് എന്നതിൽ സംശയമില്ല. അതുപോലെ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഹദീസിൽ ഇന്ന കാര്യം ചെയ്യുന്നവൻ ഈമാനില്ല എന്ന് പറഞ്ഞാലും അത് വൻപാപം തന്നെയാണ്. ഏതുപോലെ അവിടുന്ന് പറഞ്ഞു ലാ യുഅ്മിനു മൻ ലാ യഅ്മനു ജാറഹു ബവായിഖഹ്, ഒരു വ്യക്തിയുടെ, ഒരു അയൽവാസി, അയാളുടെ ഉപദ്രവത്തിൽ നിന്നും തൊട്ടടുത്തവൻ അഥവാ അവൻ്റെ അയൽവാസി അവൻ സുരക്ഷിതനല്ലെങ്കിൽ അവൻ മുഅ്മിനല്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഒരു ഉപദ്രവത്തിൽ നിന്നും അയൽവാസി സുരക്ഷിതനല്ലെങ്കിൽ നമ്മൾ മുഅ്മിനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവിടുന്ന് അറിയിച്ചു ലാ യസ്നി സാനി ഹീന യസ്നി വഹു മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് ഒരു വിചരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ലാ യുഅ്മിനു എന്ന രൂപത്തിലേക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൻ പാപമാണ്, അത് കബീറത്താണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വൻ പാപം എന്ന് പറഞ്ഞാൽ. നമ്മുടെ വിഷയം അത്തരത്തിലുള്ള വൻ പാപം ഒരാൾ ചെയ്തിട്ട് അതിൽ ഉറച്ചു നിന്നിട്ടില്ല. ഏത് വൻപാപമാകട്ടെ, ഈ പറയപ്പെട്ടതാകട്ടെ അല്ലാത്തതാകട്ടെ, അത് ചെയ്തു അവനതിൽ ഉറച്ചു നിന്നിട്ടില്ല. ഗൈർ മുസ്റിൻ അലൈഹി, അവൻ അതിൽ ഉറച്ചു നിന്നിട്ടില്ല, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? തൗബ ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗബ സ്വീകരിക്കുകയും അവന് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, റബ്ബ് സുബ്ഹാനഹു വ തആല
പാപങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവനാണ് എന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹു താലയെക്കുറിച്ച് മനസ്സിലാക്കണം. പാപങ്ങൾ സംഭവിച്ചാൽ അടിമകളെ കൈയൊഴിയുന്നവനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. മറിച്ച് പാപങ്ങൾ സംഭവിക്കുന്നവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തിട്ടുള്ളത് യാ ഇബാദി എന്നാണ്, എൻ്റെ അടിമകളെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തൗബ ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശയടയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? അടിമകളിൽ നിന്നും അവരുടെ തൗബ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നവനാണവൻ. അതുപോലെ പറ്റിപ്പോയ സംഭവങ്ങൾക്ക്, അബദ്ധങ്ങൾക്ക് മാപ്പാക്കി നൽകുന്നവനാണ് അവൻ. നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് നന്നായി അറിയുന്ന റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അവനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് അവൻ പാപങ്ങൾ പുറത്തു തരും എന്നുള്ളതാണ്. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിൽ പറഞ്ഞു ഇന്നമത് തൗബ അലല്ലാഹ്, തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് ബാധ്യത ഏറ്റിട്ടുള്ളത് ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല, അറിവില്ലായ്മ കൊണ്ട് ഒരാൾ ഒരു അബദ്ധം ചെയ്യുക. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും അത് അറിവില്ലായ്മ തന്നെയാണ്. മനുഷ്യൻ ഒരു കാര്യം തെറ്റാണെന്ന് അറിയാം, എന്നിട്ടും ആ തെറ്റവൻ ചെയ്യുന്നതും അവൻ്റെ അറിവില്ലായ്മ തന്നെയാണ്. കാരണം ഇതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ അവനുണ്ട്. ഇത് താൽക്കാലികമായ സുഖത്തിന് മാത്രം കിട്ടുന്നതാണ്. ഇത് യാതൊരു കാര്യം അവനില്ല. ഇതുകൊണ്ട് എപ്പോഴും ദുനിയാവിൽ പോലും അവൻ എന്നേക്കും ഈ സുഖങ്ങൾ ലഭിക്കുകയില്ല. ഇത് താൽക്കാലികമാണ്. അതിനുവേണ്ടി പരലോകത്തെക്കുറിച്ച് മറന്നുപോകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജഹല് തന്നെയാണ്. അങ്ങനെ ആ ജഹലിലൂടെ ഒരാൾ തിന്മ ചെയ്യുന്നു. അങ്ങനെ സുമ്മ യതൂബൂന മിൻ ഖരീബ്, പെട്ടെന്ന് തന്നെ അവൻ അതിൽ തൗബ ചെയ്യുകയാണ്. അത് മിൻ ഖരീബ് എന്ന് പറഞ്ഞാൽ മരണം എത്തിയിട്ടില്ല, പെട്ടെന്ന് തന്നെ അവൻ തൗബ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്താൽ ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമ, അക്കൂട്ടർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്തു കൊടുക്കുന്നവനാണ്. അല്ലാഹു എല്ലാം അറിയുന്നവനും അലീമാണ്, ഹക്കീമാണ്, ഏറ്റവും നല്ല യുക്തിയുള്ളവനുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നാണ്. അപ്പോൾ മരണത്തിന് മുമ്പ് ഒരാൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹദീസുകളിലൊക്കെ പരിശോധിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത് തൗബക്ക് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളോടുകൂടി ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന തൗബ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അത് ഒന്നാമത്തെ കാര്യം തകൂന തൗബതു ലില്ലാഹ് ഖാലിസതൻ ലിവജ്ഹി, തൗബ ചെയ്യുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല, അതല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ മുമ്പിൽ ഞാൻ തെറ്റിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് എന്ന് പറയാനല്ല, ഇഖ്ലാസോട് കൂടിയായിരിക്കണം. കാരണം മനുഷ്യർ പല കാര്യത്തിനും വേണ്ടി തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കും. ചില തിന്മകളിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ചില ബന്ധങ്ങൾ ശരിയാവുകയില്ല, ചില കച്ചവടങ്ങൾ ശരിയാവുകയില്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഭൗതികമായ ലാഭങ്ങൾ നഷ്ടപ്പെടുമെന്ന് പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള മാന്ദ്യങ്ങൾ നേരിടുമെന്ന് കണ്ടതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ചില തിന്മകൾ ഒഴിവാക്കുന്ന ആളുകൾ ഉണ്ടാകും. തെറ്റിനോട് യാതൊരു രൂപത്തിൽ വെറുപ്പില്ല, തെറ്റുപേക്ഷിക്കണം എന്നില്ല. അത് ഇഖ്ലാസുള്ള തൗബയല്ല, മറിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഞാനിത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്ന പ്രതീക്ഷയോടുകൂടി ഇഖ്ലാസോടുകൂടി അവൻ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം അൻ യുഖ്ലിഅ അനിൽ മഅസിയ വ യതഖല്ല അൻഹാ, അവനെ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ നിന്നും പൂർണ്ണമായി അവൻ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അത് വളരെ നിർബന്ധ കാര്യമാണ്. തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നിട്ട് തൗബ ചെയ്യുക എന്ന് പറയുന്ന തൗബ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം നിബന്ധനയിൽപ്പെട്ടതാണ് ആ തിന്മ ഒഴിവാക്കണം, എന്നിട്ട് വേണം അള്ളാഹുവിനോട് തേടാൻ. അതുപോലെ അവർ പറയുന്നു അൻയന്ദമ അലാ മാ മളാ വ യതഅസ്സഫ്, കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അവന് നദ്മ് വേണം, ഖേദമാണ്. ചില ഹദീസിൽ കാണാം അത്തൗബത്തു അന്നദ്ം, തൗബ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഖേദമാണ്. ആ മനസ്സിൻ്റെ അകത്തളത്തിൽ നിന്ന് വരുന്ന ഖേദമാണ് യഥാർത്ഥത്തിൽ തൗബയായി പരിഗണിക്കുന്നത്. പറയുന്ന വാക്കുകൾ ശേഷമുള്ള അസ്തഗ്ഫിറുല്ലാ എന്ന വാക്കുകളൊക്കെ ശേഷം വരുന്ന കാര്യമാണ്. ആദ്യത്തിൽ ഉണ്ടാകേണ്ടത് ചെയ്തു പോയതിൽ ഖേദം അവനുണ്ടാകണം. നാലാമത് പറയുന്നത് അൻ യഅസിമ അലാ അദം തൗബതി അൻ യഅസിമ അലാ അദമിൽ ഔദി ഇലൈഹാ മറത്തൻ ഉഖ്റാ, ഇനി ഒരിക്കലും അതിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്നവൻ ദൃഢനിശ്ചയം എടുക്കേണ്ടതുണ്ട്. അതല്ലാതെ ഒരു പരിധിക്ക് ഇന്ന കാലഘട്ടത്തിൽ ഞാൻ ചെയ്യുകയില്ല അങ്ങനെ പറഞ്ഞാൽ തൗബ ശരിയാവുകയില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും അവൻ ആ തിന്മ പിന്നീട് സംഭവിക്കുകയില്ല എന്നല്ല. പക്ഷേ അവൻ തിന്മ ഒഴിവാക്കുന്ന വേളയിൽ ഇനി ഞാൻ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് ഉറച്ച തീരുമാനത്തിൽ, പണ്ഡിതന്മാർ പറയാറുണ്ട്, ചിലർ തൗബ ചെയ്യും, ഞാനിത് റമദാനിൽ ഞാൻ എന്ത് ചെയ്യില്ല, ഇന്ന് തെറ്റ് ചെയ്യുകയില്ല, അതല്ലെങ്കിൽ ഇന്ന ഒരു കാലയളവിൽ ഞാൻ ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് മാത്രം ആളുകൾ പറഞ്ഞ് തൗബ ചെയ്യും. അത് ശരിയല്ല. മറിച്ച് തൗബ ചെയ്യുക ഒരു തിന്മയാണെങ്കിൽ എന്നേക്കും ഞാനത് ഒഴിവാക്കി എന്ന ഉറച്ച നിശ്ചയം അവന് മനസ്സിലുണ്ടാകണം. പിന്നീട് അത് സംഭവിക്കാതിരിക്കാം. പക്ഷേ ഒഴിവാക്കുന്ന വേളയിൽ ഇനി ഞാൻ അവസരം കിട്ടിയാൽ, അല്ലെങ്കിൽ ഇന്ന കാലഘട്ടം കഴിഞ്ഞാൽ, ഇന്ന സാഹചര്യം കഴിഞ്ഞാൽ ഞാൻ അത് വീണ്ടും ചെയ്യും എന്നൊരു നിയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയും ഉണ്ടാകാൻ പാടില്ല. അതവൻ ശരിക്കും മനസ്സിനെ പരിശോധിക്കേണ്ട കാര്യമാണ്.
അഞ്ചാമതായി അവൻ പറയുന്നത് അൻ തകൂന തൗബത്തു ഖബ്ലൽ മൗത്ത്, മരണത്തിന് മുൻപേ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മരണം മുന്നിൽ കാണുന്ന വേളയിൽ ഒരാൾ തൗബ ചെയ്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെ തൗബ ചെയ്യാൻ സാധിക്കുമോ? കഴിയും. അങ്ങനെ തൗബ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കും. കാരണം മരണത്തിന് അതിൻ്റെ ഒരു സക്കറാത്തുണ്ട്. പെടുന്നങ്ങനെ മരിക്കുകയില്ല. അവൻ മരിക്കുന്ന വേളയിൽ അവൻ കണ്ടുകൊണ്ട് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കി ദുനിയാവിൽ നിന്നും പിരിഞ്ഞു പോകുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോരുത്തരും പിരിഞ്ഞു പോകുക. ആ വേളയിൽ അവൻ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ഏറ്റുപറയാനൊക്കെ അവസരം ലഭിക്കും. പക്ഷെ ആ വേളയിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബതൽ അബ്ദി മാ ലം യഗർഗർ. ഒരു മനുഷ്യൻ അവൻ ഗർഗർ, അവൻ്റെ തൊണ്ടയിൽ നിന്നും റൂഹ് പോകുന്നതിന് മുമ്പ് ആ സമയം വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ തൗബ സ്വീകരിക്കൂ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല എന്നാണ്. അതുപോലെയുള്ളതാണ് ഖിയാമത്ത് നാൾ അടുക്കുന്ന വേളയിൽ, ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമായ, അഥവാ സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും ഉദിക്കുക എന്ന കാര്യം സംഭവിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മനസ്സിലാകും ഇസ്ലാമാണ് ശരി. ആ സമയത്ത് എല്ലാവരും തൗബക്ക് തയ്യാറാകും, എല്ലാവരും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാകും, ശിർക്കുകൾ ഉപേക്ഷിക്കും, തിന്മകൾ ഉപേക്ഷിക്കാൻ തയ്യാറാകും. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല. ആ നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ അവസാനിപ്പിക്കും. ഹദീസിൽ കാണാം, അന്നഹു ലാ തൻഖതിഉൽ ഹിജ്റതു ഹത്താ തൻഖതിഅ തൗബ. തൗബ മുറിയുന്നത് വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ ഒഴിവാക്കിയിട്ടില്ല. മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം ഉയർത്തിപ്പിടിക്കാൻ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. വലാ തൻഖതിഉ തൗബതു ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുവോളം തൗബ മുറിയുകയുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൗബ അവസാനിക്കുന്നത് സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ പിന്നീട് തൗബയില്ല എന്നാണ്. അതുപോലെ ആയത്തുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു നിബന്ധനയാണ് തകൂന തൗബത്തു ഖബല നുസൂലിൽ അസാബ്. ഒരാൾക്ക് ശിക്ഷ വന്നു ഭവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തൗബ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലമ്മാ റഔ ബഅസന, നമ്മുടെ ശിക്ഷ അവർ നേരിൽ കാണുന്ന വേളയിൽ അവർ പറഞ്ഞു, ആമന്നാ ബില്ലാഹി വഹ്ദ വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ. നമ്മൾ ഏതൊരു കാര്യത്തെയാണോ ധിക്കരിച്ചു കളഞ്ഞത്, നിഷേധിച്ചു കളഞ്ഞത്, അതിനെല്ലാം നമ്മളിതാ ഇന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ആമന്നാ ബില്ലാഹി വഹ്ദ, ഏകനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് ശിക്ഷകൾ മുന്നിൽ കാണുന്ന വേളയിൽ ചിലപ്പോൾ പറയും. ചിലപ്പോൾ കടലിൻ്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ വിമാനത്തിൻ്റെ അകത്തളങ്ങളിൽ എല്ലാവിധ ശിക്ഷകളും മുന്നിൽ കണ്ട് മരിക്കാൻ വേളയിലാണ് എന്ന രൂപത്തിൽ അപ്പോഴുള്ള തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഫലം യകു യൻഫഉഹും ഈമാനുഹും ലമ്മാ റഔ ബഅസന. അല്ലാഹു തആല പറയാണ്, നമ്മുടെ ശിക്ഷ നേരിൽ കാണുന്ന വേളയിൽ അവർക്ക് ഉള്ള ആ ഈമാൻ അള്ളാഹു അവർക്ക് ഉപകരിച്ച് നൽകുകയില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഫിർഔൻ എന്ന് പറയുന്നത്. മരണം മുന്നിൽ കാണുന്ന, അപകടം മുന്നിൽ കാണുന്ന വേളയിൽ അവൻ തൗബ ചെയ്തിട്ടുണ്ട്, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ല. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫിർഔൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരി, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ് എന്ന് നാവ് കൊണ്ട് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടുള്ള ധിക്കാരി, അവൻ മരണവേളയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തൗബ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല പറയാണ്, വജാവസ്ന ബിബനി ഇസ്രായീൽ അൽ ബഹർ. ഇതാ ബനു ഇസ്രായേലുകാരെ നാം അങ്ങനെ കടൽ കടത്തുകയാണ്. ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹു ബഗ്യൻ വഅദ്വ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയും കൂട്ടരെയും പിന്തുടർന്നുകൊണ്ട് ഫിർഔനും അവന്റെ സൈന്യവും അതിക്രമിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖു, അങ്ങനെ അവർ മുങ്ങിപ്പോകുമെന്ന് കാണുന്ന വേളയിൽ, കാരണം നമുക്ക് ഇതിന്റെ ചരിത്രം പറയുന്നില്ല, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മൾ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങനെ വെള്ളം മുങ്ങിപ്പോകുന്ന വേളയിൽ അവൻ പറഞ്ഞു, ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഇത്രയും കാര്യം ഫിർഔൻ പറഞ്ഞു എന്നാണ്. ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഏതൊരു റബ്ബിലാണ് ഞാൻ വിശ്വസിച്ചത്? ബനു ഇസ്രായേൽകാർ വിശ്വസിച്ച അതേ റബ്ബിൽ തന്നെ. ലാ ഇലാഹ ഇല്ല, വേറെ അള്ളയിലേക്കല്ല. ചില ആളുകൾ പറയാറുണ്ടല്ലോ, അത് വേറെ അള്ളയാണ് അവർ പറയുന്നത്. അല്ല, ഫിർഔൻ പറയുന്നത് ഞാൻ ആമനത്ത് ബിഹി ബനു ഇസ്രായേൽ വഅന മിനൽ മുസ്ലിമീൻ, ബനു ഇസ്രായേൽകാർ വിശ്വസിച്ച അതേ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് ഫിർഔൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിർഔൻ അള്ളാഹിനെ കുറിച്ച് അറിയാനിട്ടല്ല, ധിക്കാരം കൊണ്ട് വിശ്വസിക്കാനിട്ടാണ്. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തആല തിരിച്ചു ചോദിച്ചത്, ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഇപ്പോഴാണോ? ഇത്രയും കാലം ധിക്കാരത്തിലാണ്, നീ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടായിരുന്നു, ഇപ്പോൾ അതുകൊണ്ട് കാര്യമില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ശിക്ഷ മുന്നിൽ കണ്ട് മുങ്ങി മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനിതാ ഇസ്ലാമിലേക്ക് വരികയാണ്, ഞാനിത് ശിർക്ക് ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ തിന്മകൾ ഞാൻ ഇനി ഉപേക്ഷിക്കുകയാണ്, മരണം മുന്നിൽ കാണുന്ന വേളയിൽ പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് മരണത്തിന് മുന്നേ ആയി, അപകടങ്ങൾക്ക് മുന്നേ ആയി, തിന്മകൾ സംഭവിക്കുന്ന വേളയിൽ തന്നെ ഒരാൾ തൗബ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങൾ പുറത്തു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് അദ്ദേഹം ഒന്നാമതായി പറഞ്ഞിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു വിഭാഗം നാളെ പരലോകത്തെത്തുന്നതാണ്.
അവർ തിന്മകളുമായിട്ടാണ് എത്തുന്നത് എങ്കിലും ആ തിന്മകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയിൽ തന്നെ വിരാമം കുറിച്ച് അള്ളാഹു താലയോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയ ഒരു തിന്മ തന്നെ ഒരാൾക്ക് വീണ്ടും സംഭവിക്കാം. അങ്ങനെ വീണ്ടും സംഭവിച്ചാൽ ഇതേ നിബന്ധനകളോടുകൂടി വീണ്ടും തൗബ ചെയ്താൽ മതി. ആ തൗബ പിന്നെയും സ്വീകരിക്കപ്പെടും. പിന്നെയും സംഭവിക്കാം. ചില ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ചില വ്യക്തികൾക്ക് ഒരു തിന്മ സംഭവിക്കും, അവൻ തൗബ ചെയ്യും. പിന്നീട് അതേ തിന്മ തന്നെ സംഭവിക്കും, അവൻ തൗബ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഓരോ തിന്മ സംഭവിച്ച് തൗബ ചെയ്യുമ്പോഴും പുറത്തു കൊടുക്കുമെന്നാണ്. പക്ഷെ ഈ നിബന്ധനകൾ പാലിക്കപ്പെടണം. ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അതിലേക്ക് മടങ്ങുകയില്ല റബ്ബേ എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരാൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു താല അത് പുറത്തു കൊടുക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അത് പിന്നീട് സംഭവിക്കുമ്പോൾ അത് വേറെയാണ്. അവൻ ഓരോ തവണ സംഭവിച്ചാലും എനിക്ക് ഒരുപാട് സംഭവിച്ചല്ലോ, ഇനിയിപ്പോൾ ഞാൻ തൗബ ചെയ്തിട്ട് എന്ത് കാര്യം, ഇനി എൻ്റെ പ്രതീക്ഷ അറ്റു എന്ന് പറയരുത്. അതുകൊണ്ടാണ് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എത്ര തന്നെ തിന്മകൾ സംഭവിച്ചാലും ശരി, നമ്മൾ അർബഊന നവവിയിൽ അവസാനത്തെ ഹദീസിൽ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഭൂമി നിറയെ തിന്മയുമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വരികയാണെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി നിറയെ നിങ്ങൾക്ക് മഗ്ഫിറത്തുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതായിരിക്കും, നിങ്ങൾക്കത് പുറത്തു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അവരെ കുറിച്ച് പറയുന്നത്, മൻ ലഖിയഹു വഖദ് ഉഖീമ അലൈഹി ഹദ്ദു ദാലിക ദംബി ഫി ദുനിയ ഫഹുവ കഫാറത്തു. ആരെങ്കിലും ഒക്കെ ഒരു തിന്മ ചെയ്തു, അവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിലും ദുനിയാവിൽ തന്നെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ തിന്മയുടെ ഹദ്ദ് നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇസ്ലാമിക കോടതിയുള്ള സാഹചര്യങ്ങളിലാണ് പറ്റുക. ഇസ്ലാമിക കോടതിയുള്ള മുസ്ലിം ഭരണം സംഭവിക്കുന്ന വേളയിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ദുനിയാവിൽ ഇസ്ലാമിക ഭരണത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഹുവ കഫാറത്തു, അത് അവന് പ്രായശ്ചിത്തമാണ് എന്നാണ് വന്നിട്ടുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ രണ്ട് സ്ഥലത്ത് ശിക്ഷിക്കുകയില്ല എന്നാണ്, ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കുകയില്ല. ഒരു വ്യഭിചാരിയെ ദുനിയാവിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നാളെ വ്യഭിചാരിക്ക് കിട്ടുന്ന ശിക്ഷ അവനില്ല, നരകത്തിൽ ആ ശിക്ഷ അവനില്ല. ഈ ശിക്ഷയോടുകൂടി അവന് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ശിക്ഷ ഭയാനകമായിട്ട് നമുക്ക് തോന്നും, പക്ഷേ പരലോകത്ത് കിട്ടുന്ന ശിക്ഷയെ വെച്ച് നോക്കുമ്പോൾ ഇത് വെറും നിസ്സാരമായ ശിക്ഷയാണ്. അവൻ ഇതാണ് ഏറ്റവും നല്ലത്. ഒരു ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ, ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിൽ, ഇസ്ലാമിക നിയമമുണ്ടെങ്കിൽ, അത് പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ജീവിക്കുക എന്ന് പറയുന്നതിനേക്കാൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹൈറായ ഒരു കാര്യവുമില്ല. ഒരാൾ മോഷ്ടിച്ചതിൻ്റെ പേരിൽ അവൻ്റെ കൈപ്പത്തി അത് ഛേദിക്കപ്പെടുകയാണ് എങ്കിൽ നാളെ മോഷ്ടാവിന് കിട്ടുന്ന ശിക്ഷ അവിടെയില്ല. അങ്ങനെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ദുനിയാവിൽ ഇസ്ലാമിക ഭരണത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങുകയാണ് എങ്കിൽ പരലോകത്ത് അവൻ എന്തില്ല? ശിക്ഷയില്ല എന്നുള്ളതാണ്. കാരണം ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്വഹാബികളിൽ പലർക്കും പല തെറ്റുകൾ സംഭവിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ഇന്ന തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ പേരിൽ ഇസ്ലാമിക ശിക്ഷാ നടപടി നമുക്ക് നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞത് അവർ അത് ആഗ്രഹിച്ചിട്ടാണ്. ദുനിയാവിൽ തന്നെ ആ പാപങ്ങൾ അങ്ങ് തീരണം, നാളെ പരലോകത്തേക്ക് ഉണ്ടാകരുത് എന്നാണ്. മൂന്നാമത്തെ വിഭാഗം, മൻ ലഖിയല്ലാഹ ബിദ്ദംബി വലം യതുബ് വലം യഖുബ് അലൈഹിൽ ഹദ്. ഒരാൾ തിന്മ സംഭവിച്ചു, അവൻ അതിൽ നിന്നും തൗബ ചെയ്തിട്ടില്ല, ഒന്നാമത്തെ വിഭാഗത്തെ പോലെ. രണ്ടാമത്തെ വിഭാഗത്തെ പോലെ ഇസ്ലാമിക കോടതിയിൽ ഇസ്ലാമിക ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ട് പറയുന്നത് എന്താണ്? ഖദ് ഇസ്തൗജബ ബിഹൽ ഫഅംറുഹു ഇലല്ലാഹ്, അവന്റെ കാര്യം അല്ലാഹുവിന്റെ അടുക്കലാണ്. ഇൻഷാ അദബ വ ഇൻഷാ ഗഫറ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹു തആല പുറത്തു കൊടുക്കും, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കുകയും ചെയ്യും. കാരണം അല്ലാഹു തആല അതാണ് അവരെ കുറിച്ച് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി. ശിർക്ക് ചെയ്ത അല്ലാഹുവിന്റെ അടുക്കലെത്തി അല്ലാഹു പുറത്തു കൊടുക്കൂല. എന്നാൽ വയഗ്ഫിറു മാ ദൂന ദാലിക്, അതല്ലാത്ത തിന്മകൾ അല്ലാഹു പുറത്തു കൊടുക്കും. ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മശീയത്തുണ്ട്. ഒരാൾ തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല, മരിച്ചുപോയി, ഇസ്ലാമിക കോടതിയിലെ ശിക്ഷയും അവന് ലഭിച്ചിട്ടില്ല, അങ്ങനെ മരിച്ചുപോയി. ഭൂമിയിൽ നിന്ന് തന്നെ ഒന്നാമത്തെ വിഭാഗത്തെ പോലെ തന്നെ തിന്മ ഒഴിവാക്കി തൗബ ചെയ്യാനുള്ള അവസരം അവൻ ലഭിച്ചിട്ടില്ല. മരിച്ചുപോയാൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ ശിക്ഷിക്കും, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും എന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ തൗബ ചെയ്യാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുമ്പോൾ പൊറുക്കപ്പെട്ടവരായി തീരുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇതാണ് 3 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നത്. നാലാമത്തെ വിഭാഗം അവർ മുസ്ലിമീങ്ങളല്ല. വമൻ ലഹഖിയഹു വഹുവ കാഫിർ, കാഫിറായിക്കൊണ്ട് അള്ളാഹു തആലയെ കണ്ടുമുട്ടിയാൽ അദ്ദബഹു വലം യഗ്ഫിർ ലഹു, അവൻ്റെ വർത്താനം വേറെയില്ല, അവന് ശിക്ഷ മാത്രമാണ്. അങ്ങനെ അള്ളാഹു തആല പുറത്തു കൊടുക്കുകയില്ല. തൊട്ടുമുകളിൽ താഴത്ത് തന്നെയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹു തആല പുറത്തു കൊടുക്കുകയില്ല. ഒരാൾ മുഅ്മിനല്ലാതെ കാഫിറായിക്കൊണ്ടാണ് പരലോകത്ത് വെച്ച് എത്തിയിട്ടുണ്ട് എങ്കിൽ അവന് എന്ത് തന്നെ പ്രായശ്ചിത്തം അവിടെ കൊടുത്തിട്ടും കാര്യമില്ല. ദുനിയാവിൽ ഏറ്റവും വലിയ അറിയപ്പെട്ട സമ്പന്നനായിരിക്കും അവൻ, ആ സമ്പത്തൊക്കെ അവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇനി ആ സമ്പത്തൊക്കെ അവൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്ന് കരുതുക. ആ സമ്പത്ത് മുഴുവൻ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറായി എന്ന് കരുതുക. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നതല്ല. അങ്ങനെ സംഭവിച്ചാൽ പോലും
അത് അല്ലാഹു തആല അവിടെ സ്വീകരിക്കുകയില്ല എന്നാണ്. അവന്റെ കുഫറിന് അത് പകരമാവുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന കഫറു, തീർച്ചയായും കുഫാറുകൾ അവർ പറയും, ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു ലിയഫ്തദു ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമ മാ തുഖബ്ബില മിൻഹും. തീർച്ചയായും കാഫിറുകളായ ആളുകൾ നാളെ പരലോകത്തേക്ക് വരുന്ന വേളയിൽ ഭൂമി മുഴുവനും അതേപോലത്തതും എന്ത് ചെയ്യും? പരലോക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരിതാ അതിന് ഫിദിയ കൊടുക്കാൻ, അതിന് പകരം നൽകാൻ തയ്യാറാകും. മാ തുഖബ്ബില മിൻഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട്. യുരീദൂന അൻ യഖ്റുജൂ മിനൻ നാർ വമാ ഹും ബിഖാരിജീന മിൻഹാ വലഹും അദാബുൻ മുഖീം. അവർ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവർക്കതിന് സാധിക്കുകയില്ല. അവർക്ക് ശാശ്വതമായ ശിക്ഷ, അദാബുൻ മുഖീം അവിടെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതേപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇമ്രാനിൽ പറഞ്ഞു, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ, തീർച്ചയായും ഭൂമിയിൽ നിഷേധിക്കുകയും ആ നിഷേധത്തിൽ തന്നെ മരണപ്പെടുകയും ചെയ്താൽ ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർളി ദഹബൻ വലൗ ഇഫ്തദാ ബിഹി, അവരിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമി നിറയെ ദഹബ്, സ്വർണവുമായി അള്ളാഹുവിന് പകരം കൊടുക്കാൻ വേണ്ടി, ഫിദിയ കൊടുക്കാൻ വേണ്ടി തയ്യാറായാലും റബ്ബ് സുബ്ഹാനഹു വ തആല ഫലൻ യുഖ്ബല മിൻ അഹദിഹിം, അവരിൽ നിന്നും ഒരാളിൽ നിന്നും സ്വീകരിക്കുകയില്ല എന്നാണ്. കുഫറിന്റെയും ഷിർക്കിന്റെയും ഗൗരവമാണ്. ഷിർക്കിലും കുഫറിലും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയിൽ ഇത്ര സമ്പത്ത് ഉണ്ടായിട്ട് പോലും യാതൊരു ഉപകരിക്കുകയില്ല. കാരണം പരലോകത്തേക്ക് എത്തുന്ന വേള ഒന്നുമില്ലാതെയാണ് പോയിട്ടുള്ളത്, ഒന്നും കയ്യിലുണ്ടാവുകയില്ല. ഉടുക്കാൻ വസ്ത്രം പോലും അവന്റെ മുന്നിലില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, വ്യവസ്ത്രനായിട്ടാണ്. അതുപോലെ തന്നെ നഗ്നബാധനായിട്ടാണ് യഥാർത്ഥത്തിൽ പരലോകത്ത് എത്തുന്നത്. അല്ലാഹു തആല പറയാണ്, വലൗ ഇഫ്തദാ ബി, അവനിനി ഭൂമി നിറയെ സ്വർണം അതിന് സാധിച്ചാലും ശരി അവർക്കില്ല. ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. വമാ ലഹും മിൻ നാസിരീൻ, അവർക്ക് ദുനിയാവിൽ പല സഹായികൾ ഉണ്ടെങ്കിലും അവിടെ യാതൊരു സഹായിയും അവർ കണ്ടെത്തുന്നതല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ ഈ 4 വിഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഒന്നാമത്തെ വിഭാഗം, അവർ തിന്മകൾ സംഭവിച്ചവരാണ്, അതിൽ തുടർത്തിയിട്ടില്ല, തൗബ ചെയ്തു. അങ്ങനെ തൗബ ചെയ്തവനായി അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ്, അള്ളാഹു തആല അവന് പുറത്തു കൊടുക്കും. രണ്ടാമത്തെ വിഭാഗം, അവന് തിന്മകൾ ചെയ്തു, തൗബ ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി അവന് ദുനിയാവിൽ ഇസ്ലാമിക കോടതിയിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അവനും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്, പരലോകത്ത് വെച്ച് അവന് ശിക്ഷയില്ല. മൂന്നാമത്തെ വിഭാഗം, അവൻ്റെ കാര്യം, അവൻ തിന്മ ചെയ്തിട്ടുണ്ട്, തൗബയും ചെയ്തിട്ടില്ല, അതുപോലെ ദുനിയാവിൽ ഇസ്ലാമിക ശിക്ഷ അവൻ ഏറ്റുവാങ്ങിയിട്ടുമില്ല. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ ശിക്ഷ നൽകപ്പെടും. മൂന്നാമത്തെ വിഭാഗം അതാണ്. നാലാമത്തെ വിഭാഗം കുഫറിലായിട്ട്, ഷിർക്കിലായിട്ടാണ്, ദീനുൽ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ അവസ്ഥയിലാണ് അവൻ മരണപ്പെട്ടിട്ടുള്ളത് എങ്കിൽ പിന്നീട് അവനെക്കുറിച്ചിട്ട് യാതൊരു വർത്തമാനവുമില്ല, അവനൊരു ഷഫാഅത്ത് അവിടെ ലഭിക്കുകയില്ല. ഒരു ശുപാർശകന്റെ ശുപാർശയും അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് ലഭിക്കുകയില്ല. അവൻ എന്ത് തന്നെ പകരം വെക്കാൻ കൊടുത്താൽ പോലും സ്വർഗത്തിൽ ഒരു നിമിഷം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പ്രവേശിപ്പിക്കുകയില്ല. നരകത്തിൽ നിന്നും ഒരു നിമിഷം പോലും ഇളവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുകയില്ല. അത്രയും ഗൗരവമുള്ള കാര്യമാണ് ഷിർക്കും കുഫറും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നതായ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി, മുസ്ലിം ഒക്കെ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഒരുപാട് സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത്, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയും. അങ്ങനെ ആ ബൈഅത്ത് കൊടുക്കുന്ന വേളയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈഉനി, നിങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യണം, അല അല്ലാ തുശ്രികൂ ബില്ലാഹി ഷൈആ. നോക്കൂ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അള്ളാഹുവിനെ പങ്കു ചേർക്കാൻ പാടില്ല. ഇനി ലാത്തയും ഉസ്സയും മനാത്തയും എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇനി യാ അള്ളാഹ്, നിങ്ങൾ വിളി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമായിരിക്കണം. ഏതൊരവസ്ഥയിലും അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾ ബൈഅത്ത് ചെയ്യേണ്ടത്, അപ്പോഴേ മുസ്ലിം ആവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ പറഞ്ഞു, വലാ തസ്രിഖു വലാ തസ്നു വലാ തഖ്തുലു ഔലാദക്കും വലാ തഅതു ബിബുഹ്താനിൻ തഫ്തറൂനഹു ബൈന ഐദീകും വഅർജുലക്കും. ചില പ്രധാനപ്പെട്ട തിന്മകളെ കുറിച്ച് പറയാണ്. നിങ്ങൾ മോഷ്ടിക്കാൻ പാടില്ല, നിങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ പാടില്ല. ഇതൊക്കെ ജാഹിലിയത്തിലുണ്ടായ പ്രധാനപ്പെട്ട കാര്യമാണ്. പെണ്ണാണെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ അതിനെ കൊന്നുകളയും, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആളുകൾക്ക് നേരെ കള്ളം കെട്ടി ചമക്കുക, ഇതൊന്നും പാടില്ല. വലാ തഅസു ഫി മഅറൂഫ്. അതുപോലെ തന്നെ ഒരു നന്മയുണ്ടെങ്കിൽ നിങ്ങൾ ധിക്കരിക്കാൻ പാടില്ല. ഫമൻ വഫ മിൻകും ഫജ്റുഹു അലല്ലാഹ്. ആരെങ്കിലും ഇതൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. വമൻ അസാബ മിൻ ദാലിക ഷൈഅൻ ഫഊഖിബ ഫി ദുനിയ ഫഹുവ കഫാറതു ലഹ്. ആരെങ്കിലും ഇതൊന്നും പാലിക്കാതെ ഇതിൽപ്പെട്ട എന്തെങ്കിലുമൊക്കെ തിന്മകൾ ചെയ്യുകയാണ് എങ്കിൽ അവന് ദുനിയാവിൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ ഫഹുവ കഫാറതു ലഹ്, അവനതിന് പ്രായശ്ചിത്തം ഉണ്ടായിരിക്കും. വമൻ അസാബ മിൻ ദാലിക ഷൈഅൻ സുമ്മ സതറഹു അല്ലാഹ്. ആരെങ്കിലും ഇത്തരം തിന്മകൾ വല്ലതും ചെയ്തു, അള്ളാഹു തആല അവന് മറ നൽകിയിട്ടുണ്ട്, ഫഹുവ ഇലല്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തും, ഈ കാര്യം എത്തും. ഇൻഷാ അഫാൻ വ ഇൻഷാ അദബ. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ മാപ്പാക്കും, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ
ശിക്ഷിക്കും, വഇൻഷാ അഖബ, അള്ളാഹു ഉദ്ദേശിക്കുകയാണ് അവൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞു. ഉബാദ് ബിൻ സാമിത്ത് റളിയല്ലാഹു പറയാണ്, ഫബായഅതുഹു അലാ ദാലിക്, ഞങ്ങൾ ഈ കാര്യത്തിന് ഏറ്റുപറഞ്ഞു, ഞങ്ങൾ ഇതൊക്കെ അംഗീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ബൈഅത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഹദീസിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരലോകത്ത് ഒരു ഉപകാരം ലഭിക്കുകയില്ല. തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് പുറത്തു കൊടുക്കും, ഉദ്ദേശിച്ചില്ലെങ്കിൽ പുറത്തു എടുക്കുകയില്ല. എന്നാൽ ദുനിയാവിൽ വല്ല കഫാറത്തും ചെയ്താൽ അത് മതിയായതാണ്, അള്ളാഹു തആല അതുകൊണ്ട് പുറത്തു കൊടുക്കും. അതല്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ് എന്ന് അനേകം ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 വിഭാഗം ആളുകളുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് അറിയണം എന്ന കാര്യമാണ് അദ്ദേഹം ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം സംസാരിക്കുന്ന വിഷയം അത് ഒരു ആയത്തുകളിൽ പരാമർശിച്ച, അതുപോലെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്, വ്യഭിചാരിക്ക് കല്ലെറിഞ്ഞുകൊണ്ടുള്ള ശിക്ഷയുണ്ട് എന്നുള്ള കാര്യം. ഇതെന്തുകൊണ്ടാണ് അദ്ദേഹം കൊണ്ടുവരാനുള്ള കാര്യം? കാരണം ഇതിനെ നിഷേധിക്കുന്ന മുഅ്തസിലിയാക്കളായ ആളുകളുണ്ട്. അത് ഖുർആനിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഖുർആനിൽ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള തെളിവ് ഖുർആനിൽ നിന്ന് കിട്ടുകയില്ല. ഖുർആനിലുള്ള വ്യഭിചാരിക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയപ്പെടുന്നത് എന്തുമാത്രമാണ്? അത് ചാട്ടവാറ് കൊണ്ട് അടിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. 100 അടി അടിക്കുക, അല്ലെങ്കിൽ 80 അടി അടിക്കുക, ചാട്ടവാറ് കൊണ്ട് അടിക്കുക എന്നുള്ളതാണ് ഖുർആനിലുള്ളത്. അതുകൊണ്ട് തന്നെ പലരും ഖുർആനിനെ മാത്രം പിൻപറ്റുകയും ഹദീസുകളെ തള്ളിക്കളയുകയും ചെയ്യുന്ന പലരും എന്ത് ചെയ്തു? അങ്ങനെ ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികളില്ല എന്ന് പറഞ്ഞതിനെ ധിക്കരിക്കുകയുണ്ടായിട്ടുണ്ട്. ഏത് കാലത്തും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഈ കാലഘട്ടത്തിലും ഉണ്ട്. ഈ കാലഘട്ടത്തിലും അത്തരക്കാരുണ്ട്. ഇവിടെ ഹദീസ് നിഷേധികളായിട്ടുള്ള ആളുകൾ ജീവിച്ച് മരിച്ചു പോയിട്ടുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വളരെ അടിസ്ഥാനപരമായി ഈ കാര്യം പഠിപ്പിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? വറജ്മു ഹഖ്ഖുൻ, കല്ലേറ് അത് സത്യമാണ്. അലാ മൻ സന വഖദ് ഉഹ്സിൻ, വിവാഹം കഴിച്ചതിന് ശേഷം, മുഹ്സിനായതിനു ശേഷം വ്യഭിചരിച്ച ഒരുവന് അതുണ്ട്. എപ്പോൾ? ഇത് അതറഫ്, അവനത് അംഗീകരിക്കണം. ഔ ഖാമത്ത് അലൈഹി ബയ്യിന, അല്ലെങ്കിൽ അവന് നേരെ അതിൻ്റെ തെളിവ്, സാക്ഷ്യം കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ അവന് ശിക്ഷയുണ്ട്. ഫഖദ് റജമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് റജമത് അൽ അഇമ്മത്തുർ റാഷിദൂൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അയിമ്മത്തുകൾ, സ്വഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ കല്ലെറിഞ്ഞു കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു വൻപാപവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷെ ഇതെന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. ഇന്നും അത്തരക്കാരായ ആളുകൾ കാണാൻ സാധിക്കും. തൗഹീദിലേക്ക് ചേർത്തി പറയുന്ന ആളുകൾ തന്നെ ഇതൊന്നും ഇസ്ലാമിലില്ല, ഇസ്ലാമിൽ അങ്ങനെ എന്തില്ല, വ്യഭിചാരിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ തെളിവില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞ് കൊന്നിട്ടുണ്ട്. ആ നിയമം എന്നെന്നും ബാക്കിയാണ്. നമുക്കറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മാഇസ് റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം 4 പ്രാവശ്യം അത് ഏറ്റു പറഞ്ഞു. സ്വന്തം തന്നെ 4 പ്രാവശ്യം അത് ഏറ്റു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവൻ ചോദിച്ചു, അബിക്ക ജനൂൻ, നിനക്ക് ഭ്രാന്ത് വല്ലതുണ്ടോ, നീ ബുദ്ധിയില്ലാതെ വല്ലത് പറയുന്നതാണോ? അപ്പോൾ അയാൾ പറഞ്ഞല്ല, അങ്ങനെയൊന്നുമല്ല. ഫഹല അഹ്സൻത്, നീ വിവാഹം കഴിച്ചതാണോ? അപ്പോൾ അതും ഉണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബു ബിഹി ഫർജുമുഹു, അവനെ കൊണ്ടുപോകുക, കല്ലെറിയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഇസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ദുനിയാവിൽ തന്നെ കഫാറത്ത് കൊടുത്തിട്ടുണ്ട്, കല്ലെറിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ ഗാമിദിയ ഗോത്രക്കാരി മറ്റൊരു സ്ത്രീയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വ്യഭിചാരം സംഭവിച്ചിട്ടുണ്ട് എന്നേറ്റു പറഞ്ഞപ്പോൾ എറിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ ഒരു യഹൂദിയായ ഒരു പുരുഷനെയും സ്ത്രീയെയും അവർ രണ്ടുപേരും അംഗീകരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഏതെങ്കിലുമൊക്കെ കഥകളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹായ ഹദീസുകളാണ് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും. അപ്പോൾ ഇതുണ്ടായിട്ടുണ്ട്. ഇതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? തെളിവ് അംഗീകരിക്കണം. എനിക്കത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇസ്ലാമിക കോടതി മുമ്പാകെ അവൻ എന്ത് ചെയ്യണം? എനിക്ക് വ്യഭിചാരം സംഭവിച്ചിട്ടുണ്ട് അംഗീകരിക്കണം. അപ്പോഴേ കോടതി ഏറ്റെടുത്ത് ഇസ്ലാമിക നിയമം അവിടെ നടപ്പാക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അവന് നേരെ തെളിവ് കൊണ്ടുവരാൻ സാധിക്കണം, ബയ്യീനത്ത് വേണം. അതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷെ ഇസ്ലാമിൽ ആ ബയ്യീനത്ത് എന്ന് പറയുന്നത് വളരെ ശക്തമായ ബയ്യീനത്താണ്. ആർക്കും ആരെയും അങ്ങനെ വ്യഭിചാരം പെട്ടെന്നൊന്നും ആരോപിച്ചുകൊണ്ട് ഒരാളുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാളുടെ രക്തത്തെ ചീന്തിക്കളയാനോ സാധിക്കാത്ത വിധം ശക്തമായ ഭദ്രമായിട്ടുള്ള നിയമമാണ് ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ആ നിയമം? 4 പേര് സാക്ഷ്യം പറയണമെന്നാണ്. 4 പേര്, ഒരാളും 2 ആളും സാക്ഷ്യം പറഞ്ഞാൽ പോരാ. ബാക്കിയുള്ള പല കാര്യത്തിനും 1-2 ആൾക്കാരുടെ സാക്ഷ്യം തന്നെ സ്വീകരിക്കും. പക്ഷെ ഇതൊരു മനുഷ്യന്റെ അഭിമാനത്തിന്റെ വിലയാണ്, ഒരു മനുഷ്യന്റെ രക്തത്തിന്റെ വിലയാണ്. ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മുസ്ലിമിന്റെ രക്തവും അഭിമാനവും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 4 പേര് പറയുമ്പോൾ മാത്രമാണ് ദുനിയാവിൽ അവന്റെ നേരെ ശിക്ഷ ഉണ്ടാവും. പരലോകത്ത് അവന്റെ ശിക്ഷ അത് വേറെയാണ്. അവൻ തൗബ ചെയ്തിട്ടില്ലാത്ത ശിക്ഷ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അവനുണ്ടാകും. പക്ഷെ ദുനിയാവിൽ അവന്റെ രക്തം
അവിടെ അതിന് പകരമായി എടുക്കണമെങ്കിൽ 4 പേര് കാണണം. 4 പേര് കാണും. 4 പേര് അറിഞ്ഞാൽ പോരാ, 4 പേര് കാണേണ്ടതുണ്ട് എന്ന്. വ്യഭിചരിക്കുന്നത് നേർക്ക് നേരെ ഒരു മറയുമില്ലാതെ അവനത് കണ്ടുറപ്പുവരുത്തിയാൽ മാത്രമാണ് അത് ബയ്യനത്തായി തീരുകയുള്ളൂ എന്നാണ്. അങ്ങനെ അത് കാണണം. സുറുമക്കോല് ആ സുറുമ പാത്രത്തിൽ ഇടുന്നത് പോലെ വ്യഭിചരിക്കുന്ന കാര്യം അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അത് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ്. അതല്ലാതെ ഒരു പുരുഷനും സ്ത്രീയെയും ഒരു വീട്ടിൽ കണ്ടതുകൊണ്ടോ, ഒരു പുരുഷനെയും സ്ത്രീയും ഒരു മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടതുകൊണ്ടോ അവൻ വ്യഭിചരിച്ചു എന്നൊരാൾക്ക് ഇസ്ലാമിക കോടതി മുഖാന്തരം പറയാൻ സാധിക്കുകയില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയണം. ഒരാൾ പോരാ, 4 പേർ. ആ പറയുന്ന 4 പേരും ഒരേ സമയത്ത് കാണേണ്ടതുണ്ട്. ആ 4 പേരും ഒരേ സ്ഥലത്ത് തന്നെ കാണേണ്ടതുണ്ട്. അതല്ലാതെ ഞാൻ ഇന്ന സ്ഥലത്താണ് കണ്ടത്, നീ ഇന്ന സ്ഥലത്താണ് കണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സമയത്താണ് കണ്ടത്, നീ ഇന്ന സമയത്താണ് കണ്ടത്, പോരാ. 4 പേരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് നേർക്ക് നേരെ കാണുക പരസ്യമായി ഒരാൾ അങ്ങനെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് കോടതി മുഖാന്തരം അത് അവർക്കെതിരെ ബയ്യനത്തായി മാറുകയും. അതല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യത്തിൽ അവർ എന്ത് ചെയ്യണം? സ്വയം ഏറ്റു പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത് സ്വയം ഏറ്റു പറഞ്ഞത് മാത്രമാണ്. ഇങ്ങനെ ഒരു ബയ്യനത്ത് ഉണ്ടായിട്ടില്ല. അല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി പോലെയുള്ള പല പണ്ഡിതന്മാരും പറയും ഇസ്ലാമിക കോടതിയിൽ ഒരിക്കലും തന്നെ 4 പേര് വന്ന് കണ്ടതായി പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സംഭവിച്ചതൊക്കെ സ്വന്തമായി ഏറ്റുപറയുന്ന വേളയിലായിരുന്നു. അങ്ങനെ സംഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് 3 ആളുകളെത്തി. ഉമർ അള്ളാഹിന്റെ അടുക്കലേക്ക് 3 ആളുകളെത്തി. 4ാമത്തെ ആൾക്ക് വരാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ ആ 3 പേരെയും യഥാർത്ഥത്തിൽ ചാട്ടാവാർ അടിക്കും എന്നാണ് ഇസ്ലാമിന്റെ നിയമം. 4 പേരില്ലാതെ ഒരാൾ ഇസ്ലാമിക കോടതിയിൽ പോയി ഒരു കാര്യം പറയാൻ പാടില്ല. ഒരാൾ മാത്രം കണ്ടാൽ മിണ്ടാതിരിക്കുക. ഒരാൾ മാത്രം കണ്ടാൽ മിണ്ടാതിരിക്കുക. അതല്ലാതെ അവന് പോയി സാക്ഷി പറയാൻ അതിൽ വകുപ്പില്ല. 4 പേര് കണ്ടാൽ മാത്രമാണ് വകുപ്പുള്ളത്. അല്ലാതെങ്കിൽ ഒരാൾ മാത്രം പറഞ്ഞാൽ അത് ഹദ്ദുൽ ഖദ്ഫ്, കള്ളസാക്ഷ്യം പറഞ്ഞതിന്റെ പേരിലുള്ള ശിക്ഷാ നടപടി അവൻ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അത്രയും പവിത്രമായിട്ടാണ് ഒരു മനുഷ്യന്റെ അഭിമാനത്തെയും രക്തത്തെയും ദീനുൽ ഇസ്ലാം സംരക്ഷിച്ചത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അത് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇത് യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചില നിഷേധികൾ വരും എന്നൊരു വേള അദ്ദേഹത്തിന് മനസ്സിലായി കാണണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമർ അള്ളാഹുവിന് ഒരിക്കലും മിമ്പറിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട്, റസൂലുള്ളാഹിന്റെ മിമ്പറിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയുകയുണ്ടായി. ഇന്നല്ലാഹ ഖദ് ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹഖ് വഅൻസല അലൈഹിൽ കിതാബ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ സത്യം കൊണ്ട് നിയോഗിച്ചു, ഈ കിതാബ് അദ്ദേഹത്തിന് ഇറക്കി നൽകി. ഫകാന മിമ്മാ ഉൻസില അലൈഹി ആയത്തുർ റജ്ം. നേരത്തെ ഖുർആനിൽ വ്യഭിചാരികളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന ആയത്തുണ്ടായിരുന്നു. പിന്നീട് അത് നസ്ഖ് ചെയ്തതാണ്. നസ്ഖ് പല രൂപത്തിലുണ്ട്. ചിലത് ആയത്തുണ്ടാകും, അതിന് നിയമം മാത്രം ദുർബലപ്പെടും. ചിലത് ആയത്തടക്കം ദുർബലപ്പെടുത്തും. നമുക്കിനി പാരായണം ചെയ്യാൻ അതില്ല. അപ്പൊ ആ ആയത്തുണ്ടായിരുന്നു, പിന്നീട് അത് ദുർബലപ്പെടുത്തിയതാണ്. അദ്ദേഹം പറയണം ഖറഅനാഹ വഅയ്നാഹ വഅഖൽനാഹ. ഞങ്ങളത് വായിച്ചിട്ടുണ്ട്, ഹിഫ്ലാക്കിയിട്ടുണ്ട്, ഞങ്ങളത് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഫറജമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞ് കൊന്നിട്ടുണ്ട്. വറജംനാ ബഅദഹു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം നമ്മളും കൊന്നിട്ടുണ്ട്. അഥവാ ആ നിയമം നസ്ഖായിട്ടില്ല, ആയത്തില്ല എന്ന് വിചാരിച്ചിട്ട് നിയമം നസ്ഖായിട്ടില്ല എന്നറിയിക്കുന്ന വളരെ പ്രസക്തമായ അദ്ദേഹത്തിന്റെ വാചകമാണ് റജംനാ ബഅദഹു. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം ഞങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി മരിക്കുന്നവരെ ആ നിയമം മാറിയിട്ടില്ല. അദ്ദേഹം പറയാൻ ഫഅഖ്ഷ ഇൻ ത്വാല ബിന്നാസി സമാൻ. ഞാൻ ഭയപ്പെടുന്നുണ്ട് കാലം ഒരുപാട് മുന്നോട്ട് കഴിയുമ്പോൾ അൻ യഖൂല ഖാഇൽ, ഒരു മനുഷ്യൻ ചിലപ്പോൾ വന്ന് പറയും മാ നജിദു റജിം ഫീ കിതാബില്ലാ. അല്ലാഹുവിന്റെ കിതാബിൽ വ്യഭിചാരിയെ കല്ലേറിയുന്ന വിഷയം അതില്ല. ഫയുദില്ലു ബിതർക്കി ഫരീദത്തിൻ അൻസലഹ അല്ലാഹ്. അങ്ങനെ അവൻ എന്ത് ചെയ്യും? അവൻ ഫയദില്ലു ബിതർക്കി ഫരീദത്തിൻ അൻസലഹ അല്ലാഹ്. അവൻ അല്ലാഹു തആല ഇറക്കിയിട്ടുള്ള ഈ ഫർള് ഉപേക്ഷിച്ചുകൊണ്ട് അവൻ വഴിവഴപ്പിലേക്ക്, അവൻ വഴികേടിലേക്ക് എത്തും. വ ഇന്ന റജ്ം ഫീ കിതാബില്ലാഹി ഹഖ്ഖുൻ അലാ മൻ സന ഇദാ ഉഹ്സിൻ. അദ്ദേഹം പറയാൻ തീർച്ചയായും ഒരു വിവാഹം കഴിച്ചൊരുവനാണ് വ്യഭിചരിച്ചിട്ടുള്ളത് എങ്കിൽ അവനെ കല്ലെറിയണം എന്നുള്ളത് അള്ളാഹിന്റെ കിതാബിലുണ്ട്. മിന റിജാലി വന്നിസ, പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ രണ്ടുപേർക്കും ശിക്ഷയുണ്ട്. ഇദാ ഖാമത്തിൽ ബയ്യിന, അവിടെ ബയ്യിനത്ത് വേണം. ഔ കാനൽ ഹബൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയായി ആ ഗർഭം ഇന്നയാളാണ് എന്നുള്ളത് വ്യക്തമായി അറിയണം. കാരണം ഗർഭം സംഭവിക്കണമെങ്കിൽ ഉറപ്പായിട്ട് സംഭവിച്ചു എന്ന് യഖീനായി അങ്ങനെ അറിയണം. ഔ ഇഅ്തിറാഫ്, അതല്ലെങ്കിൽ അംഗീകരിക്കണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആണാകട്ടെ പെണ്ണാകട്ടെ അത് അള്ളാഹിന്റെ കിതാബിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൊല്ലാൻ അവരെ ഉണ്ട് എന്ന് വളരെ കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട് സഹോദരങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇത് നിഷേധിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളക്കരയിൽ പോലും ഇത് നിഷേധിക്കുന്ന ആളുകൾ നോക്കൂ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘവീക്ഷണം. കാരണം ചില ആളുകൾ ഇങ്ങനെ വരും. അപ്പം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇതൊരു വിഷയമായി, പഠന വിഷയമായി യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇങ്ങനെ മുഅ്തസിലിയ ചിന്തകളുണ്ട്. ഖുർആനിനെ നിഷേധിക്കാൻ അവർക്ക് പല നാടുകളിലും പല ന്യായങ്ങളായിരിക്കും അവർ പറയുക.
ഖുർആനിലുള്ള ഒരു കാര്യത്തെ നിഷേധിക്കുക എന്നുള്ളത് അവരിലുള്ള ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത്തരം കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം അദ്ദേഹം കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് സ്വഹാബത്തിനെ ചീത്ത പറയുക, സ്വഹാബത്തിനോട് മനസ്സിൽ വെറുപ്പുണ്ടാവുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അദ്ദേഹം വളരെ ഗൗരവത്തിൽ തന്നെ ആ വിഷയം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കാണാം. ഖാല മുഅല്ലിഫ് റഹിമഹുല്ലാ വമൻ ഇൻതഖസ അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും റസൂലുള്ളാഹിന്റെ ഏതെങ്കിലും ഒരു സഹാബിയെ വില കുറച്ച് കണ്ടു, ഔ അബ്ഗളഹു ബിഹദസിൻ കാന മിൻ, അവരിൽ സംഭവിച്ച വല്ല കാര്യങ്ങളും ഉണ്ടാകും, ചരിത്രത്താളുകളിൽ അവരിൽ സംഭവിച്ചു പോയ വല്ല അബദ്ധങ്ങൾ ഉണ്ടാകും, അതിന്റെ പേരിൽ അവരെ വെറുക്കുന്നു. ഔ ദിക്രി മസാവിയ, അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ അതിങ്ങനെ പ്രചരിപ്പിക്കുക, അതിങ്ങനെ ആളുകൾക്കിടയിൽ സ്വഹാബികളുടെ തെറ്റുകൾ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇന്ന സ്വഹാബി അബദ്ധം സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പ്രചരിപ്പിക്കുക. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടാൽ കാന മുബ്തദിഅൻ, അവൻ മുബ്തദിഅൻ. ഹത്താ യതറഹമ അലൈഹിം ജമീഅൻ, മുഴുവൻ സ്വഹാബികളുടെ മേലും അവൻ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി കാരുണ്യത്തെ ചോദിക്കണം. വയകൂനു ഖൽബുഹു ലഹും സലീമ, അവരെക്കുറിച്ച് എല്ലാവർക്കും അവൻ്റെ കൽബ് സലീമായിരിക്കണം, ശുദ്ധിയുള്ള നന്മയുള്ള കൽബായിരിക്കണം അവൻ ഉണ്ടാകേണ്ടത്. അതല്ലാതെ അവരെക്കുറിച്ചൊരു മോശം ചിന്ത, അവരെ വെറുക്കുന്ന അവസ്ഥ, അവർ ശരിയല്ല, അവരിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിരുന്നു, അവരൊന്നുമല്ല യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ സ്വഹാബികളാകേണ്ടിയിരുന്നത് എന്ന രൂപത്തിലെ ചിന്ത ഒരാളുടെ മനസ്സിലുണ്ട് എങ്കിൽ മുബ്തദിയാണ്. ഒരാൾ അഹ്ലു സുന്നയാണോ ബിദ്അത്തുകാരനാണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവൻ സ്വഹാബികളെ ചീത്ത പറയുന്നുണ്ടോ, സ്വഹാബികളെ കുറ്റം പറയുന്നുണ്ടോ, സ്വഹാബികളുടെ കുറ്റങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഒരാൾക്ക് നിഫാഖിന്റെ ഒരു അടയാളത്തിൽപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ അവൻ സ്വഹാബികളെ വെറുക്കുക എന്ന് പറയുന്നത്. ബിദ്അത്തുകാരുടെ അടയാളത്തിൽപ്പെട്ടതാണ് സ്വഹാബികളെ വെറുക്കുക എന്നുള്ളത്. മഹാനായ ഇമാം ത്വഹാവി അദ്ദേഹത്തിന്റെ ലഖീദത്തു ത്വഹാവിയയിൽ വളരെ അഖീദ വിശദീകരിക്കുന്ന മറ്റൊരു ഗ്രന്ഥമാണ്. അദ്ദേഹം പറയുന്നുണ്ട് സ്വഹാബികളെ കുറിച്ച്, വഹുബ്ബുഹും ദീനുൻ വ ഈമാനുൻ വ ഇസ്ലാം, സ്വഹാബികളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ദീനാണ്, ഈമാനാണ്, ഇസ്ലാമാണ്. വബുഗ്ളുഹും കുഫ്റുൻ വ നിഫാഖുൻ വ തുഗ്യാൻ, അവരെ വെറുക്കുക എന്ന് പറയുന്നത് സത്യനിഷേധമാണ്, നിഫാഖാണ്, അതിക്രമമാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. കാരണം സ്വഹാബികൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ അടയാളമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിൽ പറയുന്നുണ്ട്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം, മുഹാജിറുകൾ ആയത്തുകൾ നമ്മൾ വായിക്കണം. സൂറത്തുൽ ഹശ്റിലെ 8, 9, 10 ആയത്തുകൾ വായിക്കണം. മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞു, അൻസാറുകളെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം പറഞ്ഞു വല്ലദീന ജാഉ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വരുന്ന ആളുകൾ. യഖൂലൂൻ, അവർ പറയും റബ്ബനഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണമേ, വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഞങ്ങളെ മുൻകടന്ന നമ്മുടെ സഹോദരങ്ങൾക്കും, അതിൽ ആദ്യം ഉൾപ്പെടുന്നത് സ്വഹാബികളാണ്, അവരെയും റബ്ബേ നീ അവർക്കും പുറത്തു കൊടുക്കണേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു, അല്ലാഹു വിശ്വസിച്ച ഈ ആളുകളോട് നമ്മുടെ ഹൃദയത്തിൽ ഒരു പകയും വിദ്വേഷവും അല്ലാഹു നീ ഉണ്ടാക്കരുതേ. ഇത് മുഅ്മിനീങ്ങൾ അങ്ങോട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യും. സ്വഹാബികൾക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ പൊറുക്കലിനെ തേടും, സ്വഹാബികൾക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ പൊറുക്കലിനെ തേടുന്നതോടൊപ്പം അള്ളാഹിനോട് തേടും, അള്ളാഹു അവരെക്കുറിച്ചുള്ള ഒരു മോശം ചിന്തയും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ബാക്കി വെക്കരുതേ എന്ന് അള്ളാഹു തആലയോട് പൊറുക്കലിനെ തേടും എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും റാഫിളകൾ, ഷിയാക്കളിൽ ഏറ്റവും മോശപ്പെട്ട വിഭാഗമാണ് റാഫിളകൾ എന്ന് പറയുന്നത്, അവർ കാഫിറുകളാണ് എന്നതിന് ഈ ആയത്ത് തെളിവ് പിടിച്ചിട്ടുണ്ട്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ മൂന്നായി വേർതിരിച്ചിരിക്കുന്നു. സൂറത്തുൽ ഹശ്ർ നമ്മൾ നോക്കണം. മുഅ്മിനീങ്ങളെ മൂന്നായി വേർതിരിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ കയ്യിലുള്ള ഫൈ, ഇതാർക്കൊക്കെയാണ് ഭാഗം വെക്കുക, ആർക്കൊക്കെയാണ് ഫൈ ഭാഗം വെക്കുക, അഥവാ ഇസ്ലാമിന്റെ സമ്പത്ത് ഭാഗം വെക്കുമ്പോൾ അത് മുഹാജിറുകൾക്കുള്ളതാണ്. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ, ഒന്നാമത്തെ വിഭാഗം അല്ലാഹു തആല പറഞ്ഞു ദരിദ്രരായ മുഹാജിറുകൾക്കുണ്ടത്. അതുപോലെ തന്നെ അൻസാറുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു. പിന്നീട് മൂന്നാമത്തെ വിഭാഗം മുഅ്മിനീങ്ങളിലുള്ളത് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും വേണ്ടി പൊറുക്കലിനെ തേടുന്ന ആ മുഅ്മിനീങ്ങളാണ്. ഈ 3 വിഭാഗങ്ങളെയാണ് അല്ലാഹു തആല മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. നാലാമത്തെ ഒരു വിഭാഗമില്ല. നീ മുഅ്മിനാണോ, ഒന്നുകിൽ നീ മുഹാജിർ ആയിരിക്കണം, അതിന് ഏതായാലും ആരുമില്ല, അല്ലെങ്കിൽ നീ അൻസാരി ആയിരിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്ന ഇവർ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കണം, അവരെ വെറുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആലയോട് ചോദിക്കാൻ പറഞ്ഞു വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു, അല്ലാഹു വിശ്വസിച്ച ഈ മുഹാജിറുകളെയും അൻസാരികളെയും അതുപോലെ ബാക്കിയുള്ള മുഅ്മിനീങ്ങളെയും അല്ലാഹു എൻ്റെ ഹൃദയത്തിൽ അവരോടൊരു വെറുപ്പുണ്ടാക്കി തരരുതേ എന്ന് ദുആ ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. എന്നാൽ അവരോട് വെറുപ്പ് കാണിക്കുന്ന ആളുകൾ അതിന് നേരെതിരെ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് റാഫിളകൾ അവർ കാഫിറുകളാണ് എന്ന് പല പണ്ഡിതന്മാരും ഈ ആയത്തിലൂടെ തെളിവ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ റാഫിളകൾ കാഫിറുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നുള്ളതിന് സൂറത്തു അൽ ഫത്ഹിൽ അവസാനത്തെ ആയത്ത് അത് തെളിവിച്ചത് കാണാൻ സാധിക്കും. അവിടെ വളരെ കൃത്യമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ,
മുഅ്മിനി അദ്ദേഹത്തോടൊപ്പം ഉള്ളത് കുഫാറുകളോട് കഠിനമായ പരുഷമായ സ്വഭാവം പാലിക്കുന്നവരാണ്. റുഹമാ ഉബൈനഹും, സഹാബികളെ കുറിച്ചാണ്. അവർ പരസ്പരം അങ്ങോട്ട് ദയാലുക്കളാണ്. മുഅ്മിനീങ്ങൾ പരസ്പരം ദയാലുക്കളാണ്. അതല്ലാൽ സത്യനിഷേധികളോട് കാർക്കശമായി പെരുമാറുന്നവരുമാണ്. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ട് അവർ സുജൂദ് ചെയ്തും റുക്കൂ ചെയ്തും നിസ്കരിക്കുന്നതായിട്ട് നിനക്ക് അവരെ കാണാം. എന്നിട്ട് പറഞ്ഞു സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, സുജൂദിന്റെ ഫലമായി അവരുടെ അടയാളം അവരുടെ മുഖങ്ങളിലുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞു ദാലിക മസലഹും ഫിൽ തൗറാത്ത് മസലഹും ഫിൽ ഇൻജീൽ, ഇത് തൗറാത്തിലും ഇൻജീലിലുമൊക്കെ റസൂലുള്ളാഹിന്റെ സ്വഹാബികളെ കുറിച്ചിട്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചില ഉദാഹരണങ്ങൾ പറയാൻ. മസലഹും ഫിൽ ഇൻജീൽ കസറഇൻ, അവരുടെ ഉദാഹരണം ഒരു വിളയെ പോലെയാണ്. അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗ്ലല ഫസ്തവ അലാ സൂഖിഹി യുഅ്ജിബു അസ്സറാഅ ലിയഗീല ബിഹിമുൽ കുഫാർ. എന്നിട്ട് നോക്കൂ, അത് കർഷകർക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന രൂപത്തിൽ അതിങ്ങനെ നിവർന്നു നിന്നും അതുമൂലം സത്യനിഷേധികളെ അരിശം പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയിൽ ഉണ്ടാക്കിയത് എന്നാണ്. ഇപ്പൊ സത്യനിഷേധികളെ സ്വഹാബികളെ ഇങ്ങനെ പടിപടിയായി, അതായത് കർഷകർക്ക് എങ്ങനെയാണോ കുറച്ച് ഉണ്ടായി പിന്നീട് അത് വലുതായി അങ്ങനെ കൃഷി വലുതാകുന്ന സമയത്ത് കരുത്താർജിക്കുന്ന സമയത്ത് കർഷകർക്ക് വലിയ അത്ഭുതം ഉണ്ടാകും. അപ്പം അതേപോലെയാണ് സഹാബികൾ അല്ലാഹു തആല പതിയെ ആദ്യം ദുർബല അവസ്ഥയാണ്, പിന്നീട് പതിയായി അങ്ങനെ അല്ലാഹു തആല കരുത്ത് കൊടുക്കുകയുണ്ടായി. അപ്പം ഇങ്ങനെ കാണുമ്പോൾ അത് സഹാബികളുടെ ഈ വളർച്ച അല്ലാഹു തആല പറയാണ് ലിയഗീല ബിഹിമുൽ കുഫാർ, കുഫാറുകൾക്ക് അരിശം പിടിപ്പിക്കുകയുണ്ടായി സഹാബികളുടെ വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ് സ്വഹാബികളെ കൊണ്ട് ആർക്കാണോ അരിശം പിടിക്കുന്നത് അവർ കുഫാറുകളാണ്. സഹാബികളെ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ അരിശമുണ്ടാവുകയാണ്. സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ അബൂബക്കറിനെ കേൾക്കുമ്പോൾ അരിശമുണ്ടാകുന്നു, ഉസ്മാൻ റളിയല്ലാഹുവിനെ കേൾക്കുമ്പോൾ അരിശമുണ്ടാകുന്നു, ഉമർ റളിയല്ലാഹുവിനെ കേൾക്കുമ്പോൾ അരിശമുണ്ടാകുന്നു. അങ്ങനെ സഹാബികളോട് കേൾക്കുമ്പോൾ അവരോട് ദേഷ്യവും വെറുപ്പും ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിനോട് അരിശം കാണിക്കുന്നുണ്ടെങ്കിൽ അവർ കുഫാറുകളാണ്. കാരണം സഹാബികൾ ദേഷ്യം പിടിപ്പിച്ചത് കാഫിറുകളെയാണ്. അത് അവർ ജീവിതകാലത്തും അങ്ങനെ തന്നെ മരണകാലത്തും അങ്ങനെ തന്നെ. അതുകൊണ്ട് സഹാബികളെ വെറുക്കുന്നവൻ, സഹാബികളോട് ദേഷ്യം കാണിക്കുന്നവൻ കാഫിറുകളാണ് എന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും സംശയം ഉണ്ടാകാൻ പാടില്ല. പല ആളുകളും ഈ ഒരു അടിസ്ഥാനത്തെക്കുറിച്ച് അവർ അന്യം നിന്ന് പോവുകയാണ്. അതൊരു ചെറിയ ഒരു ശാഖാപരമായ വിഷയമായി അവതരിപ്പിക്കുകയാണ്. അത് സഹാബികളാണ്, റാഫിളകൾ, അവർ നമ്മളെപ്പോലെ തന്നെ മുസ്ലിങ്ങളാണ്. അവരങ്ങനെ സഹാബികളെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അല്ല, അവർക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസമല്ല. അവർ സഹാബികളെ കുറിച്ച് പറയുന്നത് ചെറിയ കാര്യങ്ങളല്ല. നമ്മുടെ ഉമ്മമാരെ കുറിച്ച് വ്യഭിചാരിണികളാണ് എന്ന് പറയുന്നവരാണ് റാഫിളകൾ. ഇറാനിലും മറ്റുമൊക്കെയുള്ള മുസ്ലിങ്ങൾ പലരും വലിയ കാര്യത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ കാമിനി എന്നും കുമൈനി എന്നൊക്കെ പറയുന്ന ഓരോ കാലഘട്ടത്തിലും അവരുടെ ആത്മീയ നേതാക്കളായിട്ട് പറയുന്ന ആയത്തുള്ള, റൂഹുല്ല, കുമൈനി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അവർ ഇന്ന് നേതാക്കരാണ്. ഈ സ്വഭാവക്കാരാണ് അവർ. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിയാണെന്ന് പറയുന്നവരാണ്. അബൂബക്കറിന്റെയും ഉമറിന്റെയും പേര് കേൾക്കുമ്പോൾ ലഅനഹുമുല്ലാഹ്, അവർ രണ്ടുപേരെയും അല്ലാഹു തആല ശപിക്കട്ടെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നവരാണ്. ഒരാൾ റാഫിളയായിട്ട് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് സ്വഹാബികളെ ചീത്ത പറയാൻ വേണ്ടി അങ്ങനെ ബൈഅത്ത് വാങ്ങുന്ന ആളുകളാണ്. അത്രയും മോശപ്പെട്ട ആളുകളാണ് അവർ. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് സ്വഹാബികളെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ നിഫാഖിൻ്റെ അടയാളമാണ്. അയാൾ ബിദ്അത്തുകാരനാണ് എന്ന അടയാളമാണ്. സ്വഹാബികളെ ശപിക്കുക, സ്വഹാബികളോട് വെറുപ്പുണ്ടാവുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുഫാറുകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലിയഗീല ബിഹിമുൽ കുഫാർ, കുഫാറുകൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് സ്വഹാബികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വഹാബികൾ ആരെങ്കിലുമൊക്കെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ അവർ കുഫാറുകളാണ്. അതിലേറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇറാനും മറ്റുമൊക്കെ ഭരിക്കുന്ന ഇറാനിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ഈ റാഫിളകൾ അവർ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ല. പലരും ഇന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ രക്ഷകരായിട്ടാണ് പലരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, പല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, ഫലസ്തീനിലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ മറ്റേതെങ്കിലുമൊക്കെ ഫാഷിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശക്തികൾ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ കീഴ്പ്പെടുത്തും. അപ്പോൾ പലരും പ്രതീക്ഷ വെക്കുന്നത് ഇത്തരത്തിലുള്ള ഇറാൻ പോലെയുള്ള ഇത്തരത്തിലുള്ള ഈ പിഴച്ച വിശ്വാസം പാലിക്കുന്ന ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങളെ അവർ സഹായിക്കുകയില്ല. ചരിത്രത്തിൽ അവർ മുസ്ലിമീങ്ങളെ സഹായിച്ചതായിട്ട് യാതൊരു രേഖയും തെളിവുമില്ല. അവർ അവരുടേതായ ഭരണമോ അവരുടെ പൊളിറ്റിക്സിന് വേണ്ടിയിട്ടോ അവരുടെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ചെയ്താൽ അത് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് മുസ്ലിമീങ്ങളുടെ രക്ഷയ്ക്ക് അവർ ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം മക്കക്കോ മദീനക്കോ ബൈത്തുൽ മഖ്ദിസിനോ യാതൊരു പവിത്രതയും നൽകാത്തവരാണവർ. അവിടെയൊക്കെ ജീവിക്കുന്നവർ അവർ മുസ്ലിമീങ്ങളല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണവർ. അവരുടെ ഇമാമുമാർക്ക് ബൈഅത്ത് ചെയ്തവർ മാത്രമാണ് മുസ്ലിമീങ്ങൾ
അതല്ലാത്ത ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അത് എന്ത് പേരിട്ടാലും ശരി, നിങ്ങളൊക്കെ കാഫറുകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഷീഇ റാഫിളകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് റാഫിളകൾ അല്ലാത്ത മറ്റു ഗ്രൂപ്പുകളാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരുപാട് ഇതേപോലത്തെ തെറ്റുകളും ഇതേപോലത്തെ വലിയ അബദ്ധങ്ങളും, അഥവാ സ്വഹാബികളെ വെറുക്കുക എന്ന് പറയുന്നത് അവരിൽ പലർക്കും, ബഹുഭൂരിപക്ഷമുള്ള ഷിയാക്കൾക്കുമുള്ള ഒരു അടിസ്ഥാന വിശ്വാസമാണ്. ആ വിശ്വാസം അങ്ങ് മൂർധന്യ അവസ്ഥയിലെത്തിയാൽ അബൂബക്കറിനെയും ഉമറിനെയും ആയിഷയും റളിയല്ലാഹു അൻഹും അജ്മഈൻ ശപിക്കുന്ന അവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പല ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന പല ഗ്രൂപ്പുകളും പലപ്പോഴും മുസ്ലിമീങ്ങളെ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഷിയാക്കളെക്കുറിച്ച് അവരിലില്ലാത്ത സ്വഭാവങ്ങൾ പർവ്വതീകരിച്ച് അവരെക്കുറിച്ച് പുകഴ്ത്തുന്ന ലേഖനങ്ങളും മറ്റുമൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് അവരെ പാടി പുകഴ്ത്തുന്ന കവിതകൾ എഴുതി. സഹോദരങ്ങൾ, എങ്ങനെയാണ് ഒരു മുസ്ലിമിന്, ഈമാനുള്ള സ്വഹാബികളെ ഇഷ്ടപ്പെടുന്ന ഒരു മുസ്ലിമിന്, അബൂബക്കറിനെയും ഉമറിനെയും ഇഷ്ടപ്പെടുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് അവരെ ചീത്ത പറയുന്ന, അവരെ ശപിക്കുന്ന ആളുകളെ പുകഴ്ത്താനോ, ഇനി വേണ്ട അവരെന്തെങ്കിലുമൊക്കെ മുസ്ലിമുകളെ സഹായിച്ചു എന്ന് കരുതുക, അപ്പോൾ പോലും മനസ്സറിഞ്ഞ് അവരെങ്ങനെ ഇഷ്ടപ്പെടാൻ സാധിക്കും? സ്വഹാബികളെ വെറുക്കുന്ന, നമ്മുടെ ഉമ്മയെ വ്യഭിചാരി എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ ഏറ്റവും വൃത്തികെട്ട ഒരുപാട് ആശയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ഈ ആളുകളെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഇഷ്ടപ്പെടാൻ സാധിക്കുക? ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധിക്കുകയില്ല. സ്വഹാബികളൊന്ന് ചീത്ത പറയാൻ പോലും ദീനുൽ ഇസ്ലാമിൽ പാടില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ഖാലിദ് ബിൻ വലീദും രണ്ടുപേരും സ്വഹാബികളാണ്. അവർക്കിടയിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ ചില വാക്കുകൾ പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കണം, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബത്തിന് ചീത്ത പറയരുത്. സംഭവം എല്ലാവരും സ്വഹാബത്ത് തന്നെയാണ്. പക്ഷേ ഹുദൈബിയ സന്ധിക്ക് മുമ്പിൽ ആദ്യം ഇസ്ലാമിലേക്ക് വന്ന വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ആദ്യം ഇസ്ലാമിലേക്ക് കടന്ന മുഹാജിറുകളിലും അൻസാരികളിലും പെട്ട ആളുകൾക്ക് മറ്റു സഹാബികളെക്കാളും ശ്രേഷ്ഠതയുണ്ട്. അവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസുബ്ബു അസ്ഹാബി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സ്വഹാബിയാണെന്നതുപോലെ തന്നെ ഖാലിദ് ബിൻ വലീദും സ്വഹാബിയാണ്. പക്ഷെ ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അത് ഹുദൈബിയ സന്ധിക്ക് ശേഷം, മക്കം ഫത്ഹിന് മുമ്പായിട്ടുള്ള വേളയിലാണ്. ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ് ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതുവരെ ശത്രുക്കളുടെ പടനായകനായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നു, റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ ആദ്യമുള്ള സ്വഹാബികൾക്ക് അതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട്. ആ സ്വഹാബി ലാ തസുബ്ബു അസ്ഹാബി, അല്പം ശ്രേഷ്ഠത കുറഞ്ഞ ഒരു സ്വഹാബികൾക്കിടയിൽ ശ്രേഷ്ഠത വ്യത്യാസമുണ്ട്. എല്ലാവരും ഫദ്ലുള്ള ആളുകളാണ്, പക്ഷെ ശ്രേഷ്ഠത വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹിന്റെ ദീനിലെ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന സ്വഹാബികളെ പോലും ശേഷം വന്ന ആളുകൾ ചീത്ത പറയാൻ പാടില്ല എന്നു മാത്രമല്ല പറഞ്ഞത്, ലൗ അന്ന അഹദക്കും, നിങ്ങളിൽ ഒരാൾ, അൻഫഖ മിസ്ല ഉഹദിൻ ദഹബ, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കുറിച്ചിട്ട് പറയാൻ, ഖാലിദ് ബിൻ വലീദ്, നിങ്ങളിൽ കൂട്ട ഒരാൾ, പിന്നീട് വന്ന ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും മാ ബലഗ മുദ്ദു അഹദിഹിം വലാ നസീഫ, ആദ്യം ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ഒരു മുദ്ദ് അല്ലെങ്കിൽ അതിന്റെ പകുതി ചെലവഴിച്ചതിന് തുല്യമാവുകയില്ല എന്ന് പറയാം. അപ്പൊ സ്വഹാബികളുടെ ആദ്യം വന്ന ആളുകൾക്ക് ശേഷം വന്ന ആളുകളെക്കാളും ഇത്ര ശ്രേഷ്ഠതയുണ്ട്. ഒരു സ്വഹാബികളുടെ കൂട്ടത്തിൽ പോലും അതിന് മുതിർന്ന സ്വഹാബിയെ ചീത്ത പറയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അതിന് ശേഷമുള്ള ഒരു നിലക്കും യോഗ്യതയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്കും സ്വർഗമോ ഒന്നും അറിയിക്കാത്തതായ ശേഷം വന്ന ആളുകൾക്ക് എങ്ങനെയാണ് സ്വഹാബികൾ ചീത്ത പറയാൻ പറ്റുക? സ്വഹാബികൾ പദവി 3 തരത്തിലുണ്ട്. ആദ്യം വന്ന ആളുകൾ ഏറ്റവും പദവി കൂടിയ ആളുകളാണ്. പിന്നെ ഹുദൈബിയ സന്ധിക്ക് ശേഷം വന്ന ആളുകൾ ശേഷം പദവികളുള്ളതാണ്. മക്കം ഫത്ഹിന് ശേഷം വന്ന ആളുകൾ അതിനേക്കാൾ പദവി കുറഞ്ഞവരാണ്. എല്ലാവരും പദവിയുള്ള സ്വഹാബത്ത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്, എല്ലാവർക്കും അല്ലാഹു തആല കുല്ലുൻ വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസ്ന അഥവാ സ്വർഗ്ഗം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി മിൻഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ, സൂറത്തുൽ ഫത്ഹിലൂടെ മുഅ്മിനീങ്ങൾക്ക് അമലുകൾ ചെയ്ത ഈ ആളുകൾക്ക് മഗ്ഫിറത്തും മഹത്തരമായ പ്രതിഫലവും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൻ നാറ അഹദുൻ ബായ തഹ്ത ഷജറ ബൈഅത്തു റിദ്വാൻ, അഥവാ മരത്തിന്റെ കീഴിൽ നിന്നും ബൈഅത്ത് ചെയ്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ യുബായിഉനക തഹ്ത ഷജറ, ഈ മരത്തിന് താഴെ നിന്നും താങ്കൾക്ക് ബൈഅത്ത് ചെയ്ത ആ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത മുഴുവൻ മുഅ്മിനീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർക്ക് താഴ്ഭാഗത്തോടുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം ശാശ്വതമായി ഉണ്ട് എന്ന് സ്വഹാബികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്വഹാബികൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്വഹാബികൾ, സഹോദരങ്ങളെ, അവരിൽപ്പെട്ട ഒരാളെ ചീത്ത പറയുക എന്ന് പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, മൻ സബ്ബ ശൈഖൈനി അബൂബക്രിൻ വ ഉമർ കഫർ, ആരെങ്കിലും അബൂബക്കറിനെയോ ഉമറിനെയോ ചീത്ത പറഞ്ഞാൽ അവൻ കാഫിറാണ്.
ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഏത് സഹാബിയാണെങ്കിലും അവരെ ദീനിന്റെ പേരിലാണ് ഒരാൾ ചീത്ത പറയുന്നത് എങ്കിൽ ദീനിൽ അവർ മോശമാണ്, ദീനിന്റെ കാര്യത്തിൽ അവർ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി തീരും. എന്നാൽ അവർ ദുന്യവിയായ വല്ല കാര്യത്തിന് പറഞ്ഞാൽ അവൻ ഫാസിക്കാണ്, തെമ്മാടിയായിട്ടാണ് പരിഗണിക്കുക. അയാൾ ഇന്ന കാര്യത്തിൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും വലിയ തെമ്മാടിയായിരിക്കും. ഇനി അവരെ മുഴുവൻ കാഫിറാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ബഹുഭൂരിപക്ഷത്തെ കാഫിറാക്കുന്നത് റാഫിദുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ അള്ളാഹു താലയെ ധിക്കരിച്ചവരാണ്. എങ്ങനെയാണ് അള്ളാഹു താലയെ ധിക്കരിക്കുന്നത്? കാരണം അള്ളാഹു താല ഈ പറഞ്ഞ വക്കുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകിയിട്ടുണ്ട്. അള്ളാഹു താല പറയുന്നു അള്ളാഹു അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അവർ അള്ളാഹുവിനെ കളവാക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ സ്വഹാബികൾ ചീത്ത പറയുന്നത് യഥാർത്ഥത്തിൽ സ്വഹാബികൾ ചീത്ത പറയാനായിട്ടല്ല, മറിച്ച് ആ സ്വഹാബികൾ നമുക്ക് എത്തിച്ചു തന്ന ഈ ദീനിനെ ഇല്ലാതാക്കി കളയാനാണ്. ഈ ദീനിനെ ഇല്ലാതാക്കി കളയാൻ. അപ്പോൾ ഈ സ്വഹാബികൾ കൊണ്ടുവന്ന ഈ ദീനം നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. 5 നേരത്തെ നിസ്കാരമാണെങ്കിലും ശരി, നോമ്പാണെങ്കിലും ശരി, ഈ പറയുന്ന നിസ്കാരത്തിന്റെ രൂപവും കാര്യങ്ങളും ഒക്കെ സ്വഹാബികളല്ല ഹദീസുകൾ നമുക്ക് എത്തിച്ചു തന്നത്. അല്ല, ഈ ഖുർആൻ ആരാണ് നമുക്ക് എത്തിച്ചു തന്നത്? ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വഹാബികളുടെ കയ്യിലൂടെ അല്ലേ ശേഷം എത്തിച്ചു തന്നത്? യാതൊരു സംശയവുമില്ല. അപ്പൊ ദീനിനെ പൊളിക്കാനുള്ള ജൂതന്റെ അതല്ലെങ്കിൽ മജൂസികളുടെ തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഷിയാക്കളിലൂടെ നടപ്പാക്കിയത്. കാരണം അവർക്കറിയാം ഖുർആൻ പോലെയുള്ളൊരു ഖുർആൻ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല, അതുപോലെ ഒരു ഗ്രന്ഥം ഇനി ഉണ്ടാക്കിയിട്ട് ആളുകൾ അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. നിങ്ങൾ ആലോചിച്ചു, 1400 വർഷമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വെല്ലുവിളിയോടെ ബാക്കിയാകുന്നു, ഒരായത്ത് പോലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഖുർആന് തുല്യമായി ഇനി കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങൾ അത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെന്ത് ചെയ്തിട്ടുണ്ട്? നിയമങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. അതിനൊരു പ്രസക്തിയും ഇല്ലാതായി തീർന്നു. ആർക്കും അതിനെക്കുറിച്ച് അറിയുന്നില്ല, അല്ലേ? ഇനി ശേഷം ഏതെങ്കിലുമൊക്കെ ഒരു ഗ്രന്ഥം ഒരാൾ എഴുതി ഉണ്ടാക്കിയിട്ട് അതിലേക്കൊരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല, ഒരാൾക്കും അതിന് സാധിക്കുന്നില്ല. ഖുർആൻ അചഞ്ചലമായി നിലനിന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഖുർആനിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഖുർആനിലൊരു ആയത്ത് കൂടാനും സാധിക്കുന്നില്ല, അതിലുള്ള 6000 ചില്ലറ ആയത്തിൽ ഒരു ഹറഫ് പോലും, ഒരു ആയത്ത് കൊണ്ട് ഒരു ഹറഫ് പോലും ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അത് സംരക്ഷിച്ചു. അപ്പോൾ അതിന് ഖുർആൻ തൊടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഹദീസുകളിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതിനും സാധിക്കുന്നില്ല. ഹദീസിനും കൃത്യമായ നിദാന ശാസ്ത്രങ്ങൾ, സ്വഹീഹും ദഈഫിനെ വേർതിരിക്കുന്ന രൂപത്തിൽ ഒരുപാട് കള്ള ഹദീസുകൾ ഉണ്ടാക്കിയതിനു ശേഷം വളരെ കൃത്യമായ നിഷ്പ്രയാസം ഇത് ദഈഫാണ്, ഇത് സഹീഹാണ് എന്ന് വേർതിരിക്കാൻ പണ്ഡിതന്മാർക്ക് സാധിച്ചു. അപ്പം അതിനും സാധിക്കുന്നില്ല. അപ്പം ഇനി ഈ ഖുർആനും ഹദീസും നമുക്ക് എത്തിച്ചെന്ന് സ്വഹാബികളെ കുറിച്ച് ചീത്ത പറഞ്ഞാൽ മതി. സ്വഹാബികളെ ചീത്ത പറഞ്ഞാൽ ദീനിൽ സംശയം ഉണ്ടാക്കാം, ഇസ്ലാമിനെ അങ്ങനെ പൊളിക്കാം എന്ന് തന്ത്രം മെനക്കെട്ട യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളാണ് യഥാർത്ഥത്തിൽ സ്വഹാബികൾ ചീത്ത. അല്ലാതെ ഈ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന ഈ റാഫിളകൾക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. അവരുടെ വേഷവും തലപ്പാവും നിങ്ങൾ നോക്കേണ്ടതില്ല. അവർ പച്ച കാഫിറുകളാണ്, ദീനുൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ നാട്ടിൽ സഹോദരങ്ങളെ പല മാധ്യമങ്ങളും ദുർബോധനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ ബോധപൂർവമോ അല്ലാതെയോ ഇവിടെയുള്ള ഷിയാക്കളെ എന്ത് ചെയ്യാൻ വൈറ്റ് വാഷ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അവർ ഇസ്ലാമിലെ ഒരു അവാന്തര വിഭാഗമാണ്, അതല്ലെങ്കിൽ ഇവിടെയുള്ള നമ്മൾ സമസ്തയും ഇവിടെയുള്ള മറ്റ് ഗ്രൂപ്പുകളൊക്കെ പോലെയുള്ള ഒരു വിഭാഗം തന്നെയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ശരിയാണ്, ഈ സമസ്തയൊക്കെ ഷിർക്കും കുഫ്രൊക്കെ ആയിട്ടുള്ള വിഭാഗം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇസ്ലാമിലേക്ക് ചേർത്തി വെക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ യാതൊരു മദ്ഹബുകളോ ഒന്നും തന്നെ അംഗീകരിക്കാത്തതായ തികച്ചും കുഫർ ഉള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ. അതല്ലാതെ ഇവിടെയുള്ള പല ബിദ്അത്ത് കക്ഷികളെ പോലെയുള്ള ഒരു കക്ഷിയായി പരിഗണിക്കാൻ പറ്റുകയില്ല. 72 കക്ഷികളിൽ പെടുന്ന കാര്യമല്ല റാഫിളകൾ എന്ന് പറയുന്നത്. കാരണം അത് ഇസ്ലാമിൽ ഇല്ല. 72 കക്ഷികൾ അല്ലെങ്കിൽ 73 കക്ഷികൾ എന്ന് പറയുന്ന അതിൽ 72 പേച്ചുപോയ ആളുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്, കാഫിറുകളല്ല. കാഫിറുകൾക്ക് ഇസ്ലാം ആ കക്ഷികളുടെ കൂട്ടത്തിൽ പോലും സ്ഥാനമില്ല. അത് വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സ്വഹാബികൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ അത് പല രൂപത്തിലുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തിയയിൽ വളരെ മനോഹരമായി എന്താണ് മുസ്ലിമിന് ആ വിഷയത്തിലുള്ള നിലപാട് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നൽ ഖിലാഫ് അല്ലദി ഹദസ ബൈന സ്വഹാബ, സ്വഹാബികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ മിൻഹു മാ ഹുവ കദിബുൻ ലാ അസാസ ലഹു മിന സിഹ്ഹ, ചിലത് പച്ചക്കളവുകളാണ്, അങ്ങനെ ഒരു അടിസ്ഥാനം തന്നെ ഉണ്ടാവില്ല, വെറുതെ എഴുതി വെക്കുക സഹാബികൾ അങ്ങനെ ചെയ്തു, സഹാബികൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ പച്ചക്കളവുകൾ പറയുന്ന കാര്യമുണ്ട്. വമിൻഹു മാ ലഹു അസ്ൽ, ചിലതിന് ചില അടിസ്ഥാനമുണ്ട്. ലാക്കിൻ സീദ ഫീഹി വനഖസ്, ചിലത് കൂട്ടിയിട്ടുണ്ടാകും, പറയാത്ത ചില കാര്യങ്ങളൊക്കെ അവരെ വക, ചിലത് കുറച്ചിട്ടുണ്ടാകും. വനഖസ് വഗുയ്യിറ അൻ വജ്ഹി, അല്ലെങ്കിൽ അതിന്റെ രൂപത്തിൽ നിന്ന് മാറ്റി വേറൊരു രീതിയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുക, വിഷയം വേറെ രൂപത്തിലേക്ക് അവതരിപ്പിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന വേളയിൽ പേനയും വസിയത്ത് എഴുതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഇവർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അത് റസൂൽ എന്തിനു വേണ്ടിയിട്ടാണ് സഹാബികൾ ചെയ്യുന്നത് വളരെ വ്യക്തമാണ്. റസൂലുള്ളാഹിക്കുള്ള പ്രയാസം സംഭവിച്ച ഈ നേരത്തെ വസിയത്ത് റസൂലെ താങ്കൾ നേരത്തെ തന്നതാണല്ലോ. കാരണം റസൂൽ അത്രയും പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന വേളയിൽ ഇനിയൊരു വസിയത്ത് ഇപ്പം എഴുതി തരേണ്ട ആവശ്യമില്ല, റസൂൽ പ്രയാസപ്പെടേണ്ടതില്ല എന്ന നിലക്ക് സ്വഹാബികൾക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ്. അതിലൊരാൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അല്ലെ? അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് ചിലതിൻ്റെ രീതി മാറ്റും, അത് വേറെ രീതിയിൽ അവതരിപ്പിക്കും. മറ്റേ മലയാളത്തിലും മറ്റുമൊക്കെ ഇന്നത് പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ അറിയാത്ത ആളുകൾ ഇത് ആദ്യമായി വായിക്കും, ശരിയാണല്ലോ
ഇവർ പറയുന്നതിലും കാര്യമുണ്ടല്ലോ, സ്വഹാബികൾ അങ്ങനെ എന്തൊരു കളി കളിച്ചു, ഇങ്ങനെ ഒരു സംഭവിച്ചു, അങ്ങനെ വേറെ നിലക്ക് അത് അവതരിപ്പിക്കുകയാണ്. ഇനി അദ്ദേഹം പറയണം വമിൻഹുമാ ഹുവ സഹീഹ്, അവർക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചില പ്രശ്നങ്ങളും അങ്ങനെ ശരിയായതുണ്ട്. ലാക്കിൻ സഹീഹ്, പക്ഷേ ഈ ശരിയായതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഹും ഫീഹി മാ ബൈന മുജ്തഹിദുൻ മുസീബുൻ ലഹു അജ്റാൻ വമാ ബൈന മുജ്തഹിദുൻ ഗൈറു മുസീബുൻ ലഹു അജ്റുൻ വാഹിദ്. അത് രണ്ട് വിഭാഗക്കാരെ ഉണ്ടാവുകയുള്ളൂ. ഒന്നുകിൽ പറഞ്ഞ കാര്യം, എടുത്ത നിലപാട്, ചെയ്ത കാര്യം ശരിയാവുകയും അങ്ങനെ അവർക്ക് 2 പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ അവർ ചെയ്ത സംഭവത്തിൽ അബദ്ധം സംഭവിച്ചു, അവർക്കും അബദ്ധം സംഭവിക്കും. ഏതുപോലെ അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള സംഭവം, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗമാണ് അതിൽ ശരിയായ ഭാഗം, യാതൊരു സംശയവുമില്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റിപ്പോയിട്ടുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ആ ഘാതകരെ കൊല്ലാതെ ഒരു ബൈഅത്തില്ല എന്നവർ തീരുമാനിച്ചു. ഷാമുകാരൊക്കെ തീരുമാനിച്ചു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഘാതകരെ കൊല്ലണം, എന്നാലേ ഇനി കാര്യമുള്ളൂ, അതല്ലാതെ നമ്മൾ ബൈഅത്ത് ചെയ്യാൻ പാടില്ല. പക്ഷേ ബൈഅത്ത് അമീറിന്റെ കീഴിലാണ്, പ്രതികാര നടപടികൾ വേണ്ടത് എന്ന നിലക്കാണ് അലി റളിയല്ലാഹു അൻഹു ഉണ്ടായത്. അതിന്റെ കൂടെയാണ് ഒരുപാട് സഹാബികൾ ഉണ്ടായത്. എന്നാൽ ചില സഹാബികൾ ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കി അവർ ഇജ്തിഹാദ് ചെയ്തു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൂടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചില ആളുകൾ ഒന്നിന്റെ കൂടെയും കൂടിയില്ല. അവർ സ്ഥലം വിട്ടു, അവർ നാട്ടിൽ നിന്ന് വിട്ടു വേറെ സ്ഥലത്ത് പോയി നിന്നു. അങ്ങനെ കുറെ സഹാബികൾ മാറി നിന്നു. അവരെല്ലാവരും അവരുടെ ഇജ്തിഹാദ് ചെയ്തതാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആളുകളുടെ നിലപാടായിരുന്നു. പക്ഷേ അത് ഇജ്തിഹാദാണ്. അതിന്റെ പേരിൽ അവർക്ക് ലഭിക്കുന്നത് 1 അല്ലെങ്കിൽ 2 പ്രതിഫലം, ഏത് ലഭിക്കണം എന്നാണ്. ശരിയായ 2 പ്രതിഫലം, തെറ്റിപ്പോയാൽ 1 പ്രതിഫലം, അതാണ് അവർക്കിടയിലുള്ളത്. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയും വസ്സഹാബത്തു ലൈസു മഅസൂമീൻ, സ്വഹാബികൾക്ക് തെറ്റ് സംഭവിക്കുകയില്ല എന്ന് നമ്മൾ പറയുന്നില്ല. മഅസൂമുകളല്ല, നബിമാരെ പോലെയല്ല. ബൽ ഖദ് യഖഉ മിനൽ വാഹിദി മിൻഹും കബീറ, അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് വൻപാപം തന്നെ സംഭവിക്കാം. ലാകിൻ ഇദാ വഖഅത്തിൽ കബീറതു, പക്ഷെ അവരിൽ ഒരാൾക്ക് വൻപാപം സംഭവിച്ചാൽ ഫഹുവ ഇമ്മ യുവഫിഖ ലിത്തൗബത്തി അല്ലതി യംഹുല്ലാഹു ബിഹൽ ദം, ഒന്നുകിൽ അല്ലാഹു തആല പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള തൗബക്കുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. സ്വഹാബികൾക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്. ഔ തഖഉ അലൈഹി മസായിബിൻ യുകഫിറുല്ലാഹു ബിഹ ദംബ, അല്ലെങ്കിൽ ചില മുസീബത്തുകൾ അല്ലാഹു അവർക്ക് കൊടുത്തിട്ട് അവരുടെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കുന്ന അവസ്ഥയിൽ ഉണ്ടാക്കും. ഔ തകൂന ലഹു ഹസനാത്തുൻ മാഹിയ, അതല്ലെങ്കിൽ ഇതിനൊക്കെ മായ്ച്ചു കളയാനുള്ള ഒരുപാട് നന്മകൾ അവർക്കുണ്ട്. ഔ യശ്ഫഉ ലഹു ഫീഹാ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഖിയാമത്തി ഇദാ അദിന അല്ലാഹു ലഹു ബിദാലിക്, ഖിയാമത്ത് നാളിൽ അല്ലാഹു അനുമതി കൊടുത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. ഫഹും ഔലൻ നാസി ബിശഫാഅതിഹി ഫീ മിസ്ലി ഹാദിഹി ദുനൂബിൽ മുഹഖഖ, ഇത്തരം അബദ്ധം സംഭവിച്ചു പോയ തിന്മകൾക്ക് അവർക്കാണ് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ആദ്യം ലഭിക്കുക. ഈ പറഞ്ഞ സംഭവത്തിന് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ റസൂലുള്ളാഹി ആദ്യം ശഫാഅത്ത് ചെയ്യുക ഈ സ്വഹാബികൾക്ക് വേണ്ടിയായിരിക്കും. ഇങ്ങനെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്, ഈ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി എന്തെങ്കിലും ശഫാഅത്ത് ചെയ്യും. അതിനപ്പുറത്തേക്ക് ഈ സ്വഹാബികൾക്ക് സംഭവിച്ച അബദ്ധങ്ങളെക്കുറിച്ച് അതിനെ പർവ്വതീകരിച്ചോ അതിനെ ആളുകൾക്ക് നാടുനീളെ പ്രസംഗിക്കുകയോ അതിനെക്കുറിച്ച് പറയുകയോ പരാമർശിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് ഒരാൾ അഹ്ലു സുന്നയല്ല എന്നതിൻ്റെ അടയാളമാണ്. അല്ലെങ്കിൽ ഗ്രന്ഥരചനകൾ നടത്തുക നമുക്ക് കാണാൻ പറ്റും. IPH ഇറക്കിയ പുസ്തകമാണ് സാമൂഹ്യ നീതി എന്ന് പറയുന്ന സെയ്ദ് കുത്തുബ് എന്ന് പറയുന്ന ദലാലത്തിന്റെ വഴികേടിന്റെ പണ്ഡിതൻ, അയാളുടെ ഗ്രന്ഥങ്ങൾ ഇവിടെ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമി IPHയിലൂടെ പുറത്തിറക്കിയിരിക്കുന്നു. ആ സാമൂഹ്യ നീതിയിൽ ഒരു നീതിയുമില്ലാതെ നെറികേട് എത്തിച്ചാൻ സാധിക്കും. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വൃദ്ധനായ ഭരണാധികാരി എന്നും ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പല നിലക്ക് ആക്ഷേപിക്കുന്നത് ഇയാളുടെ വാചകങ്ങൾ കാണാൻ സാധിക്കും. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇയാൾ അറബിയിൽ എഴുതിയ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സ്വഹാബികളെ ചീത്ത പറയുന്ന ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങളെ ഇവർക്കിടയിൽ കാണാൻ സാധിക്കും. അപ്പം അത്തരം ഗ്രന്ഥങ്ങൾ, അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ അഹ്ലു സുന്നയായിട്ട് യാതൊരു ബന്ധവും അവർക്കില്ല. ബിദ്അത്തിന്റെ ആളുകൾക്കല്ലാതെ സ്വഹാബികളെ ചീത്ത പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ അബൂബക്കറേയും ഉസ്മാനും അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരായ സ്വഹാബികളെ കുറിച്ച്, അതല്ലെങ്കിൽ ശേഷക്കാരെ ഏതെങ്കിലും സ്വഹാബികളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചീത്ത പറയുന്നത് കണ്ടാൽ അത് ഭരണം ശരിയായിരുന്നില്ല. പല രൂപത്തിൽ ഈ സാമൂഹ്യ നീതിയിലും അതല്ലാത്ത ഗ്രന്ഥങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണത്തിൽ അധികം ശ്രദ്ധിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം സുഖലോലുപനായിരുന്നു. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ശ്രദ്ധിച്ചില്ല. തികച്ചും വ്യാജ വാർത്തകൾ മാത്രമാണ്. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രചരിച്ചിട്ടുള്ളത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. മുസ്ലിമീങ്ങളുടെ ഭരണം അതെല്ലാം ലോകമൊട്ടാകെ വ്യാപിച്ച് ഏതാണ്ട് ലോകം മുഴുവൻ മുസ്ലിമീങ്ങളുടെ കീഴിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടമാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു വേള അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കൊണ്ടുള്ള ബറക്കത്ത് കൊണ്ടായിരിക്കാം അത് സംഭവിച്ചത്. കാരണം അത്രയും ഖുർആനുമായി ബന്ധമുള്ള മഹാനായ സ്വഹാബിയാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു റക്കായത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ മോദി തീർത്തത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൽ നിന്നും മറ്റു പല സ്വഹാബികളും റിവായത്ത് ചെയ്യപ്പെട്ട കാര്യം രാത്രി മുഴുവൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു റക്കായത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഓതി തീർത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് ഉസ്മാനുൻ ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉസ്മാനിനെ കുറിച്ചാണ് സയ്യിദ് കുത്തുബ് എന്ന് പറയുന്ന വലാലത്തിന്റെ പണ്ഡിതൻ എന്ത് പറയുന്നത്?
ഇയാൾ ശരിയല്ല, ഇയാൾ ഭരണ ആരാണ് ഇവൻ പറയാൻ? ഈ വിവരദോഷി വൃത്തികെട്ടവൻ ആരാണ് സ്വഹാബിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ എഴുതാൻ? എന്ത് അധികാരമാണ് ഇവനുള്ളത്? എന്ത് യോഗ്യതയാണുള്ളത്? ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ കുറിച്ചിട്ട് വളരെ മോശമായി പറയുന്നയാളാണിത്. ഇയാൾ പറയാറുള്ളത്, ഈ മുസ്ലിമീങ്ങൾ നീട്ടി വളർത്തിയിട്ടുള്ള താടികളുണ്ടല്ലോ, ഇതൊക്കെ വടിച്ചിട്ട് വല്ല കുതിരക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഭക്ഷണമാകും എന്ന് പറയുന്ന കുഫ്രൻ വാചകങ്ങൾ പറയുന്ന ആളാണ്. അതുപോലെ സ്വഹാബികൾ മാത്രമല്ല, അയാൾ അതിനപ്പുറത്തേക്ക് നബിമാരെ കുറിച്ച് പോലും ചീത്ത പറയുന്ന ആളാണ്. ആ വ്യക്തിയുടെ ഗ്രന്ഥങ്ങളും ഈ വ്യക്തിയുടെ കാര്യങ്ങളും ഇയാൾ വലിയ നേതാവാണെന്ന് അവതരിപ്പിക്കുന്നത് ഇവിടെയുള്ള IPH പബ്ലിക്കേഷൻസ് ആണ്. അത് ജമാഅത്ത് ഇസ്ലാമിയുടേതാണ്. അതുപോലെ NDF-നെയും അതേപോലെയുള്ള ഇത്തരം തീവ്ര ആശയങ്ങളുള്ള ആളുകൾക്കൊക്കെ അവർ ഇന്ന് എന്ത് തന്നെ വൈറ്റ് വാഷ് ചെയ്ത് ഞങ്ങളൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇവരുടെ ഉള്ളിൽ ഈ പറയുന്ന മതരാഷ്ട്രവാദവും ഈ രൂപത്തിലുള്ള ഈ വൃത്തികെട്ട ആശയങ്ങളും മറ്റുമൊക്കെ ഇവർക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനേക്കാൾ അപ്പുറത്ത് സ്വഹാബികളെ ചീത്ത പറയുന്ന പല ഗ്രന്ഥങ്ങളുമുണ്ട്. അലി ശരീഅത്തി എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള ഒരു ഷീഇ, അയാളുടെ ഗ്രന്ഥങ്ങൾ ഫാത്തിമ എന്ന പേരിൽ ഇവിടെ പുറത്തിറക്കിയിട്ടുള്ളത് NDF ആണ്. അവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിലൊക്കെ സ്വഹാബികളെ ആക്ഷേപിക്കുന്ന, അതായത് ഒറ്റയടിക്ക് വലിയ ഒരു ദിവസം ഒന്നാകെ വന്നിട്ട് അബൂബക്കർ ശപിക്കണം, ഉസ്മാനെ ശപിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ രൂപത്തിലല്ല ഇവർ അവതരിപ്പിക്കണം. മനസ്സിലാക്കണം, ഘട്ടം ഘട്ടങ്ങളാണ്. ആദ്യ ഘട്ടങ്ങളിൽ സ്വഹാബികളെ കുറിച്ച് ചെറിയ ഇവൻ സ്വഹാബികളെ വിലയിരുത്തിയിട്ട് മാർക്കിടുന്ന ആളായിട്ടായിരിക്കും ഇവനുണ്ടാവുക. ആ നിലപാട് ശരിയായില്ല. ഈ നിലപാട് എന്തിൻ്റെ ആവശ്യം? സ്വഹാബികൾക്കിടയിൽ 2 അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിച്ചതിനെക്കുറിച്ച് ഒരു ചർച്ചയുടെ പ്രസക്തി എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറയുകയും ചെയ്ത സ്വഹാബികളെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? എന്ത് ആവശ്യകതയാണുള്ളത്? ആ ഘട്ടത്തിൽ ആദ്യം അങ്ങനെ സംഭവിച്ചു, സ്വഹാബികൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ സ്വഹാബികളെ കുറിച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നീട് അടുത്ത ഘട്ടങ്ങളിലേക്ക് സ്വഹാബികൾ ചെയ്ത എടുത്ത പല നിലപാടുകളും വലിയ പ്രശ്നമായിരുന്നു, അങ്ങനെയായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ വിഷയം ഈ കാണുന്ന പോലെയൊന്നുമല്ല. ഈ ഖുർആൻ അല്ല യഥാർത്ഥത്തിൽ ഖുർആൻ വേറെയുണ്ട്. ഹദീസുകൾ നമ്മൾ എടുക്കാൻ പാടില്ല. ഈ സ്വഹാബികളാണ് ഈ ഹദീസിലേക്ക് ആൾക്കാർ എന്ന രൂപത്തിലേക്ക് സ്വഹാബികളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന പണി, അങ്ങനെ നേരെ ഷിയായിസത്തിലേക്ക് പാലം വെക്കുന്ന പണിയാണ് ഇവിടെയുള്ള പല ഗ്രൂപ്പുകളും ചെയ്യുന്നത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇത്തരം ഷിയാക്കൾക്ക് ഇവിടെ പ്രസിദ്ധീകരണങ്ങളുണ്ട്, അവർക്കതിനുള്ള സംഘടനയുണ്ട്. കേരളത്തിൽ പല ഇസ്ലാമിയത്തിലേക്കുള്ള പ്രബോധകരെയും അവരങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർക്കിങ്ങനെ പ്രബോധകരായി കിട്ടണം. ഇവർക്കൊരു വേര് ഇവിടെ പിടിക്കുന്നില്ല. അപ്പോൾ വേര് പിടിക്കാൻ അവരുടെ ഗ്രന്ഥങ്ങൾ ഓൺലൈനായി മറ്റുമൊക്കെ ധാരാളം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് സ്വഹാബികളുടെ വിഷയത്തിൽ നമ്മൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്ന് നമ്മൾ വളരെ യഖീനോടുകൂടി നമുക്ക് യാതൊരു സംശയവുമില്ലാതെ നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും പിൽക്കാലത്ത് തട്ടിമറിക്കപ്പെടും. ഇനിയൊരു കാലത്ത് നമുക്കിനി സംവാദം നടത്തേണ്ട അവസ്ഥയായിരിക്കും. സ്വഹാബികൾ അങ്ങനെ ദീനുൽ ഇസ്ലാമിലുള്ള നമുക്ക് സംവാദം നടത്തേണ്ടി വരും. ഇന്ന് മുസ്ലിമുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. മുസ്ലിമുകൾക്കിടയിൽ ഒരാൾക്കും അത്ര അഭിപ്രായ വ്യത്യാസമില്ല. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹും, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വർത്താനില്ല എന്ന് പറയുന്ന മുസ്ലിമുകൾക്കിടയിൽ ഇനി അടുത്ത വിഷയം ഇപ്പോൾ ഇസ്തിഗാസ വിഷയം പോലെയൊക്കെ സ്വഹാബികൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ സേവകരോ അല്ലെങ്കിൽ ഇസ്ലാമിനെ നിന്ദിക്കുന്നവരോ ചർച്ച, ഡിബേറ്റ് അങ്ങനെ ആയിരിക്കും അടുത്ത. അപ്പം വിവരമില്ലാത്ത കുറേ ആൾക്കാർ ആ ചർച്ചയ്ക്ക് പോകും. അങ്ങനെ ഈ പറയുന്നവൻ്റെ വായിലുള്ള സ്വഹാബികളെ കുറിച്ചിട്ടുള്ള ശുഭഹത്തുകൾ, സന്ദേഹങ്ങൾ മുഴുവനും അവരങ്ങനെ പ്രചരിപ്പിക്കാൻ സാധിക്കും. അവർക്ക് നല്ല സന്തോഷമായി. അപ്പോൾ കുറേ ആൾക്കാർ ഈ സംവാദം കേട്ടാൽ ശരിയാണല്ലോ, സ്വഹാബികളെ കുറിച്ച് ഇനി ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട്, ഇതൊന്നും അല്ല വിഷയം എന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഹദീസുകളൊന്നും അത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. നമ്മളിങ്ങനെ യുക്തി ഉപയോഗിച്ച് ഖുർആനൊക്കെ സ്വീകരിച്ച് പോയാൽ മതി എന്ന രൂപത്തിലേക്ക് എത്തി പതിയെ ആളുകളെ ദീനുൽ ഇസ്ലാമിൻ്റെ അഹ്ലു സുന്നത്തിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിനും മുകളിൽ. പക്ഷേ കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ കരുതിയിരിക്കുകയും ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിക്കുകയും ഇത്തരം ഗ്രന്ഥങ്ങൾ നമ്മൾ സമൂഹത്തിൽ എല്ലായിടത്തും സാധിക്കുന്ന രൂപത്തിലൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.